എനി കോസ്റ്റ് എനിക്കിന്ന് കിട്ടണം. ഞാൻ ഈ പ്രാവശ്യം ഗുരുവായൂർ വരുന്നുണ്ടെങ്കിൽ ആ വീട് തേടി ഞാൻ പോകും, ഉറപ്പാണ്. അങ്ങനെ പറ്റൂലല്ലോ. അയ്യോ, അതന്നെ ദീപാ മാതാജി, നമ്മളൊന്നും കണ്ടിട്ടില്ല, ഒന്നും കേട്ടിട്ടില്ല, നമുക്കൊന്നും അറിയില്ല. കേട്ടല്ലോ സുജിത് പ്രഭു, ഞാൻ ഇതിലൊന്നും പങ്കാളിയല്ല കേട്ടോ, എനിക്കിതൊന്നും അറിയില്ല. അമ്മ കണ്ണ ബിന്ദുമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല, ബിന്ദുമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല. അതാരാ ഇപ്പൊ ചോദിച്ചത്? അനിത മാതാജി. ബിന്ദുമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല. നാരായണ നാരായണ. അയ്യോ, എനിക്ക് ഭയങ്കര ഇവിടെയൊക്കെ വേദനയാണ് സത്യം പറയുകയാണെങ്കിൽ. ഇവരുടെ മെസ്സേജ് കേട്ട് ചിരിച്ച് 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 രാവിലെ ഞാൻ ചോദിച്ചു ബിന്ദുമ്മയോട്, എന്തായിരുന്നു ബിന്ദുമ്മേ? അന്നേരം പറയാം, മനുഷ്യനല്ലേ, അപ്പൊ അതൊക്കെ ഉണ്ടാവും, അമ്പിളിക്കുട്ടി അങ്ങോട്ട് കിടന്നുറങ്ങാൻ നോക്കുന്നു. ഞാൻ ബിന്ദുമ്മയോട് ചോദിച്ചു, ബിന്ദുമ്മ വന്ദേ ഭാരതി കയറിയിട്ടുണ്ടോ? അതൊട്ടത് ഞാൻ പറഞ്ഞു, അത് സ്പീഡിൽ പോണ ഒരു ട്രെയിന്. ഓ, ഞാൻ കയറിയിട്ടൊന്നുമില്ല. ഞാൻ പറഞ്ഞു, കേറണ്ട, ഞാൻ അനുഭവിച്ചു ബിന്ദുമ്മയെന്ന് പറഞ്ഞു. ഭയങ്കര ചിരി. എനിക്ക് ചീത്ത കേട്ടുന്ന് നേരം എടുത്തിട്ട് ബിന്ദുമ്മേനോട് ഇപ്പം മിണ്ടാണ്ടടക്കുന്നുണ്ട്. ഇന്നലെ രാത്രി മൊബൈലും പിടിച്ചോണ്ട് കിക്കി കിക്കി എന്നും പറഞ്ഞ് ചിരിച്ചോണ്ടിരിക്കണ്. 2:30 മണിക്ക് എണീറ്റ് കുളിക്കണേ. എന്താപ്പ കഥ എന്നൊക്കെ. ഭയങ്കര ചീത്തമ്മ ബിന്ദുമ്മ, ഭയങ്കര വയലന്റ്. ഇന്ന് രാവിലെ ഭയങ്കര വയലൻസ് ബിന്ദുമ്മ. ഇനി നോക്കിക്കോ, ആരെങ്കിലും ആ സമയത്ത് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഫോണിൽ മറ്റേ മെസ്സേജ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അവരോട് പറയും, മിണ്ടരുത്, മര്യാദയ്ക്ക് പോയി കിടന്നു. ഈ കൊച്ചിന് രാവിലെ എണീക്കാനുള്ളത് നിങ്ങളെല്ലാം കൂടെ അമ്പിളിക്കുട്ടന്റെ ഫോണൊക്കെ എനിക്ക് തരണം എന്നൊക്കെ പറഞ്ഞു. ടീച്ചറാ, എനിക്ക് നല്ലത് കേട്ടു. ഇന്നലെ ബിന്ദുമ്മ വന്ദേ ഭാരതിലെ ഡ്രൈവറായിരുന്നു. ഹരേ കൃഷ്ണ. പോട്ടെ പോട്ടെ പോട്ടെ, നമ്മുടെ ക്ലാസ്. ഹരേ കൃഷ്ണ. അതൊക്കെ തമാശ. നമുക്ക് എപ്പോഴെങ്കിലും ഒരു സൂം ക്ലാസ് വെച്ചിട്ട് നമുക്ക് എന്താ പറയാ, തമാശകൾ ഒരുപാട് പറയാം. ഓക്കെ, ഹരേ കൃഷ്ണ. നല്ല വേദന കേട്ടോ സത്യം പറയണെങ്കിൽ. ഇവിടെ ഭയങ്കര വേദന എടുക്കുന്നത് ചിരിച്ചിട്ട്. ഹരേ കൃഷ്ണ. അപ്പൊ നമുക്ക് ഇന്ന് ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മുടെ കർമ്മയോഗം എന്ന് പറയുന്ന ചാപ്റ്ററിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഞാനിപ്പോ നിങ്ങൾക്ക് അതിന്റെ തുടക്കം പറഞ്ഞുതരാം. ക്ലാസ് ശ്രദ്ധിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഒരൊറ്റ ലൈനിൽ ഞാൻ നിങ്ങൾക്ക് തുടക്കം പറഞ്ഞുതരാം. ക്ലാസ് ശ്രദ്ധിക്കുമെങ്കിൽ മാത്രം. ഞാനിത് പറഞ്ഞു തന്നാൽ നിങ്ങൾ ചിരിച്ചുകൊണ്ടിരിക്കരുത്. ക്ലാസ് ശ്രദ്ധിക്കുമെങ്കിൽ മാത്രം ഞാൻ തുടക്കം പറഞ്ഞുതരാം. എന്താണ് ആ മെസ്സേജിന്റെ ഒക്കെ തുടക്കം എന്നുള്ളത് ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. ആർക്കൊക്കെ കേൾക്കണം? ആർക്കൊക്കെ കേൾക്കണം? യെസ്, ഓക്കെ, ഒരാളെങ്കിലും വരെ കേൾക്കണം. ഇന്നലെ ഞാൻ മൊബൈൽ എടുത്തപ്പം നമ്മുടെ ദിവ്യ മാതാജിക്ക് ഒരു സംശയം. കുഴലൂതില്ലേ അമ്പലത്തില്? കുഴലൂതുന്ന കാര്യം തന്നെയല്ലേ? ആ, ശംഖ് വിളിക്കൂലേ? അപ്പോൾ ശംഖ് വിളിക്കുമ്പോൾ നമ്മളിങ്ങനെ എയർ ടൈറ്റ് ആക്കി പിടിച്ചിട്ട്, നമുക്ക് അറിഞ്ഞുകൂടാട്ടോ എങ്ങനെയാ വിളിക്കുന്നത്. അങ്ങനെ എയർ ടൈറ്റ് ആക്കി പിടിച്ച് നമ്മളിങ്ങനെ ബലം പിടിച്ചിട്ടാണല്ലോ ഈ ശംഖ് വിളിക്കുന്നത്. അപ്പം മർദ്ദം ഉണ്ടാവില്ലേന്ന്? അതന്നെ, ശംഖ്, കൊമ്പ്, കുഴല്. ഇത് വിളിക്കുന്ന സമയത്ത് മനുഷ്യന്റെ ഉള്ളിൽ ഒരു മർദ്ദം ഉണ്ടാവില്ലേ? ഈ മർദ്ദം എങ്ങനെയാണ് പോവുക? ഇതെവിടെ, എങ്ങനെയാണ് ഈ മർദ്ദം ഉണ്ടാവുക? ദിവ്യ മാതാജിയുടെ സംശയം. അപ്പൊ ഞാനത് ലോജിക്കലി മനുഷ്യന്റെ ഒരു അവസ്ഥയല്ലേ. ഞാൻ പറഞ്ഞ്, ആ മർദ്ദമല്ലേ കീഴ്വായു എന്ന് പറയുന്നത് എന്ന് ഞാൻ ചോദിച്ചു. അത് സംഭവം സത്യല്ലേ? അങ്ങനെയല്ലേ? ആണ്. എനിക്കിപ്പോഴതാണെന്നാ തോന്നുന്നത്. ഞാൻ സയന്റിഫിക്കലി ഞാൻ ചോദിച്ചൊരു കാര്യമാണ്. അന്നേരം ആരോ പറഞ്ഞു ഗ്രൂപ്പില്, ഓഹോ അത് ശരി. പിന്നെ അതേ പിടിച്ച് തുടങ്ങിയ ഒരു എന്താ പറയാ, ഒരു മെസ്സേജ്, 1000 മെസ്സേജ് കഴിഞ്ഞിട്ട് മുരുകൻ പ്രഭു ഉണ്ടായിരുന്നു കേട്ടോ, നമ്മുടെ മുരുകൻ പ്രഭു ഉണ്ടായിരുന്നു. ആ മെസ്സേജിന്റെ മുകളിൽ എന്റെ കൃഷ്ണ കിച്ചൂട്ടൻ തന്നെ ഓടിപ്പോയി എന്ന് വേണമെങ്കിൽ പറയാം. അത് കഴിഞ്ഞപ്പോ യഥാർത്ഥ സംഭവം ഇവിടെ ഇപ്പുറത്തൊരാൾ തുടങ്ങി. ഇതാണ് സംഭവം. ഇനി ബാക്കി നിങ്ങൾ എന്താന്ന് വെച്ചാ ഊഹിച്ചോ. ഇത്ര എന്നെ കൊണ്ട് പറ്റൂ. ഹരേ കൃഷ്ണ, ഇതേ പറ്റൂ. ഇതിന്റെ മേളിൽ തുടങ്ങല് ഭഗവാനേ എവിടെയോ എത്തി. എന്നിട്ട് പറയാണ് മറ്റേ എന്താണ് അതിനെ, കീശ്വാസം.
അതിൻ്റെ മേളിൽ തുടങ്ങിയ കഥയാണ്. പിന്നെ എന്നിട്ട് പറയാണ് ശിവപാർവതീനെ അവന് നല്ല നീണ്ട താടിയുണ്ട്. അപ്പൊ ആ താടിയും വെച്ചുകൊണ്ട് അവനെ ഇങ്ങനെ ഇങ്ങനെ നമ്മൾ അമ്പലത്തിൽ ഇങ്ങനെ അടിക്കൂലേ, മണി അടിക്കില്ല, ആ സാധനം. പിന്നെ ദിവ്യ മാതാജിയുടെ പപ്പായ മരവും പിടിച്ചുകൊണ്ട് വരും. പിന്നെ മാരാര് കുഴലൂതും, സുധിപ്രഭു എന്താണ് ശംഖൂതും. എന്നിട്ട് ഇവരൊക്കെ ബാംബു സ്റ്റൈലിൽ ഇങ്ങനെ നടന്നു വരും എല്ലാവരും കൂടെ. ഇതൊക്കെ പറഞ്ഞ് ഇവരങ്ങ് അട്ടഹസിക്കുകയാണ് ഗ്രൂപ്പിൽ കിടന്നിട്ട്. ഞാനൊന്നും വേണ്ടിയില്ല, ഞാൻ സ്വസ്ഥമായിട്ട് ഹരേ കൃഷ്ണ മഹാമന്ത്രവും ജപിച്ച് ഞാൻ കിടന്നുറങ്ങി. ഓക്കെ, കം ടു ദ പോയിന്റ്. നമ്മൾ ശ്രീല പ്രഭുപാജിയുടെ ഗീതയിലൂടെ കർമ്മയോഗം എന്ന് പറയുന്ന നമ്മുടെ 3ാമത്തെ അധ്യായത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ശ്ലോകം 5ാമത്തതാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഓക്കെ, 5ാമത്തെ ശ്ലോകം എടുക്കാൻ പോകുന്നു. ഇവിടെ ഉണ്ട്, ഇങ്ങനെ വെച്ച് ഇടപ്പുണ്ട്. ഇനി രാത്രി എന്റെ മൊബൈലൊക്കെ മേടിച്ചു വെക്കുന്ന പറഞ്ഞത്. നോക്കാം. 5ാമത്തെ ശ്ലോകത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നഹി കശ്ചിത് ക്ഷണമഭിജാതു തിഷ്ഠത്യ കർമ്മകൃത് കാര്യദേ ഹൈവശ കർവ സർവ പ്രകൃതി ജൈർഗുണൈഹ. 5ാമത്തെ ശ്ലോകാണ്. ഓക്കെ, മിണ്ടുന്നില്ല. ഞാൻ ഇന്നലെ രാത്രി 2:30-3 മണി വരെ മെസ്സേജ് നോക്കി എന്നുള്ളതാണ് ഇപ്പം ഇന്നത്തെ ഇവിടുത്തെ പ്രശ്നം. അപ്പം ഇന്ന് പുറത്തു കൊണ്ടുപോയിട്ട് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഫുഡൊക്കെ മേടിച്ചു കൊടുത്തിട്ടൊന്ന് കോംപ്രമൈസ് ചെയ്യണം. രക്ഷയില്ല. ബിന്ദുമ്മേ, എന്താ വേണ്ട കഴിക്കാൻ? ബിരിയാണി പറയട്ടെ? അതാ പട്ടിണിയാ? ഇത് വേണോ? മറ്റേ എന്താണ് അതിന്റെ പേര്? എന്നാ പിന്നെ ബിന്ദുമ്മയ്ക്ക് ഒന്നും വേണ്ടാന്ന് പറയും. എന്നാ പിന്നെ കൊണ്ടുപോയി നമ്മൾ പറഞ്ഞ പോലെ ബിന്ദുമ്മേനെ എന്നാല് അല്ലേ മഞ്ചേരീസിന്ന് എവിടെയെങ്കിലും വേറെ എവിടെയെങ്കിലും നോക്കാൻ ആളുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ വേറെ ഹോസ്പിറ്റലിലോ എവിടെയെങ്കിലും കൊണ്ട് അല്ലേ അല്ലേ വേം പറയും. എല്ലാരും കേട്ടോണ്ടിരിക്കുന്നുണ്ട്. പറയട്ടെ? വേണോ? വേണ്ട വേണ്ട. അപ്പൊ എന്താ വേണ്ട ഉച്ചക്ക്? ഇപ്പൊ പറഞ്ഞാൽ ഞാൻ ഇപ്പൊ മേടിച്ചിരും. വേം പറഞ്ഞോ. അമ്മ വിളിക്കുന്നുണ്ട്. അല്ല, ഇത് പറഞ്ഞിട്ട് പോ, 1 മിനിറ്റ്. വെജിറ്റബിൾ ബിരിയാണി, ഫ്രൈഡ് റൈസ്, വേം പറ, ഞാൻ ഇപ്പൊ ഓർഡർ ചെയ്യും. വേം പറ. ഇടൂ പറയടൂ. അല്ല, അങ്ങനെ പറയരുത്. ഇതുണ്ടോ? പറയേ. ഞാൻ കൃതികയെ കൊണ്ട് ഓർഡർ ചെയ്യിപ്പിക്കാം. ബിരിയാണി ഓർഡർ ചെയ്യാം. പോരെ? ഇപ്പൊ ഇങ്ങനെ കൃതിക ஒரு வெஜிடபிள் பிரியாணி கொஞ்சம் ஆர்டர் பண்ணுக்கண்ணே. வெஜிடபிள் பிரியாணி ஒன்று ஆர்டர் பண்ணு. ஸ்விக்கியில் அது ஆண்டிக்கு தெரியாது ஸ்விக்கி ஆர்டர் பண்ணுறதுக்கு. வெஜிடபிள் பிரியாணி மதியா? പറ. ഫ്രൈഡ് റൈസോ വെജിറ്റബിൾ ബിരിയാണിയോ? സാധാ ചോറല്ലേ എന്നും ഇവിടെ കഴിക്കണേ. സദ്യ വേണോ? സദ്യ വേണേ ഞാൻ ചോറും കൂട്ടാനും വിളിച്ചു പറയാം. പറയട്ടെ? പറഞ്ഞു അമ്പിളിക്കുട്ട. പോട്ടെ, പാവത്തിന്റെ ഒരു ആഗ്രഹം പറഞ്ഞില്ലേ, ഞാൻ മറന്നു. ഇവിടെ നല്ല ചോറും കൂട്ടാനും നമ്മുടെ ഈ ഇങ്ങനത്തെ ഒരു ഹോട്ടലുണ്ട് ഇവിടെ. നാരായണ. അത് എനിക്ക് ഇതിൻ്റെ അകത്ത് ഓർഡർ ചെയ്യാനും അറിയില്ല. നോക്കട്ടെ, 1 മിനിറ്റ്. പിന്നെ ഞാൻ ഉച്ചയ്ക്ക് മറന്നു പോകും. 1 മിനിറ്റ്, ഞാൻ വേറെ ആരെങ്കിലും വിളിച്ച് പറയട്ടെ. എനിക്ക് ഈ സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്യാൻ അറിഞ്ഞൂടാ. അതെ, ഒരു ചോറും കൂട്ടാനും കയറിയിട്ട് ഒരു സ്പെഷ്യൽ മീൽസ് ഓർഡർ ചെയ്യാം നമ്മളെ വീട്ടിലേക്ക്. ഒന്ന് ഓർഡർ ചെയ്യും. ശരി ശരി, ഇപ്പൊ വരൂ കേട്ടാ. സദ്യ വരുമെന്ന്. ഹലോ, സദ്യ വരുമെന്ന്. മതിയാ? മതിയാ? ഓക്കെ, എന്നാ ശരി ശരി. ഓ, ഇപ്പൊ ആൾക്ക് സോപ്പ് കണ്ടാ? ദാ ഇപ്പൊ കണ്ടാ? ഇപ്പൊ ഗുരുത്തം കെട്ടതിന് സോപ്പ്, ചിരി. നടക്കൂല മോളെ. ഓക്കെ,
ഇപ്പൊ വരും, ചോറും കൂട്ടാനല്ലേ ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മുടെ 5ാമത്തെ ശ്ലോകമാണ്. ഇതിലെന്താ പറയുന്നത് വെച്ചാല്, ബിന്ദുമ്മ ഉള്ളിയില്ലാത്തത് ഉള്ളിയുള്ളത് അതൊന്നും ബിന്ദുമ്മയ്ക്കൊരു മാറ്റർ അല്ല. നമ്മളതൊന്നും, ഞാനതൊന്നും കഴിക്കില്ല. ബിന്ദുമ്മയ്ക്ക് അവിടെ ഭയങ്കര ഇഷ്ടം ആ ഹോട്ടലിലെ ഫുഡ്. ഇവിടെ വരെ എല്ലാവരും മേടിക്കും. എനിക്ക് അവരുടെ ആ ഇത് ഇഷ്ടമാണ്. തൈര്, നല്ല കട്ട തൈരാണ്, ഭയങ്കര ടേസ്റ്റ് ആ ഹോട്ടലിലെ തൈരും പിന്നെ അവരുടെ ഒരു അച്ചാറുണ്ട്, നെല്ലിക്കച്ചാറ്, അതൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. ഒക്കെ വല്ലപ്പോഴൊക്കെ മേടിച്ച് കഴിക്കും ഞാൻ. ബാക്കി അവരുടെ ഒരു സംഭവങ്ങളും പറ്റില്ല. കാരണം വെച്ചാൽ എല്ലാത്തിലും ഉള്ളി, വെളുത്തുള്ളി, സാമ്പാറിലൊക്കെ ഇങ്ങനെ മുഴുവനായിട്ട് ഉള്ളി ഇട്ട് വെക്കും. കേരള സദ്യയാണത്. അപ്പം ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ, ഓക്കെ, വാങ്ങിച്ചരാ. ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളിൽ നിന്നുളവാകുന്ന വാസനകൾക്കനുസരിച്ച് ഓരോ മനുഷ്യനും കർമ്മം ചെയ്യാൻ നിർബന്ധിതനാണ്, അല്ലെ? നമ്മൾ പഠിച്ചു കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഭൗതിക പ്രകൃതി, നമ്മൾ ഈ ജന്മത്ത് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മളെ നിയന്ത്രിക്കുന്നത് എന്താണ്? ഭൗതിക പ്രകൃതിയാണ്. നമുക്ക് ചുറ്റുമുള്ള നമ്മുടെ ഈ ഒരു പ്രകൃതി, ഈ പ്രകൃതിയിൽ എന്തെല്ലാം ഉണ്ട്? പല തരത്തിലുള്ള നമ്മളെ നിയന്ത്രിക്കുന്ന കാര്യങ്ങളുണ്ട്, അല്ലെ? ഇസ്കോൺ കോഫി, ബ്രൂ വേണ്ട, ഇസ്കോൺ കോഫി. അപ്പം സത്യം ബിന്ദുമ്മനെ തല്ലും, ചീത്തേക്കും എനിക്ക് ബിന്ദുമ്മയോട്. സുഖമായിരിക്കുന്നു ജയാമ്മയുടെ ഇതെനിക്ക് കിട്ടി. അവന്തിക, ഇത് ബോക്സ് എടുത്താ നമ്മ ജയാമ്മ, അതും കൂടെ ഞാൻ പറഞ്ഞിട്ട് ക്ലാസ് തുടങ്ങാം. അന്ത ബോക്സ് അമ്മക്കണ്ണ ജയാമ്മ ഇവിടെ പോയിട്ട് ഒരു സിസേഴ്സ് എടുത്ത് കൊടുക്കണ. ശബരിമല പോയിട്ട് എനിക്കൊരു പ്രസാദം അയച്ചിട്ടുണ്ട്. നമുക്ക് അതും കൂടെ ഒന്ന് ഇത് ചെയ്തിട്ട്. എനിക്ക് ഇസ്കോൺ കോഫി അമ്മ, അത് അൺബോക്സ് ചെയ്യാം നമുക്ക്. അത് ഞാൻ മറന്നു, ക്ഷമിക്കണം കേട്ടോ. ജയാമ്മ എനിക്ക് അയച്ചു തന്നാണ് ശബരിമലയിൽ പോയിട്ട്. ഇതും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഇതെനിക്ക് ரொம்ப പിടിക്കും. അപ്പം സൂപ്പർ. ശബരിമല കോയിലിരുന്ന്, അയ്യോ സോറി, ശരവണ പായസം തന്നെ, അരവണ പായസം. ഉണ്ണിയപ്പം, ഇത് വേറെന്തോ ആണല്ലോ, ശരിയേ? താങ്ക് യു ജയാമ്മ, സൂപ്പർ. എടുത്തുക്കോ അമ്മ, ഒക്കെ എല്ലാവർക്കും കൊടുക്കും. എന്താ ബിന്ദമ്മ, ഇതാ Yeah. So sweet. ഇത് പ്രസാദം ഉണ്ടാവില്ലേ, പ്രസാദം, ഉണ്ണിയപ്പം, എല്ലാവരും കഴിച്ചോ? ഭയങ്കര ടേസ്റ്റ്, ഒരു രക്ഷയില്ല. മോദകം അതന്നെ. ഒരുപാട് നന്ദി ചെയ്യാമേ. മഞ്ജരീസിൽ എല്ലാവർക്കും വേണ്ടി ഞാൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ. കഴിച്ചോ. അപ്പം നമ്മുടെ ഭൗതിക പ്രകൃതിയിൽ ത്രിഗുണങ്ങളുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഏതൊക്കെയാണ് ആ ഗുണങ്ങൾ? ടൈപ്പ് ചെയ്തിടൂ. ഭൗതിക പ്രകൃതിയിലെ ഗുണങ്ങൾ ഏതൊക്കെയാണ്? നമസ്തേ. ഏതൊക്കെയാണ് ഭൗതിക പ്രകൃതിയിലെ ത്രിഗുണങ്ങൾ? ടൈപ്പ് ചെയ്തിട്ടെ, വേഗം ടൈപ്പ് ചെയ്യൂ. ഹലോ. 12 മണിക്ക് 12 മണിക്ക് ഓപ്പൺ ആയിട്ട് ഒരു സ്പെഷ്യൽ സദ്യ ഓർഡർ ചെയ്താൽ മതി. ശരി. പറയൂ, ഏതൊക്കെയാണ് ഭൗതിക പ്രകൃതിയിലെ ത്രിഗുണങ്ങൾ? ഏതൊക്കെയാണ്? സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. ഇത് ആർക്കും അറിയില്ല, ഞാൻ പഠിപ്പിച്ചെന്നല്ലേ ഇത്? സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. ഓക്കെ, അപ്പൊ ഈ 3 ഗുണങ്ങളാണ് നമ്മളെ നിയന്ത്രിക്കുന്നത്. എങ്ങനെയാണ് ഈ 3 ഗുണങ്ങൾ നമ്മളെ നിയന്ത്രിക്കുന്നത്?
അതായത് നമ്മൾ വീട്ടിൽ ഉണ്ടാവുന്ന സമയത്ത് നമ്മൾക്ക് എന്താണ് തമോ ഗുണം. സീരിയസ്ലി നമ്മൾ വീട്ടിലുണ്ടാവുന്ന സമയത്ത് ഭാര്യയും ഭർത്താവിന്റെ ഇടയിൽ വഴക്ക് വന്നു കഴിഞ്ഞാൽ തമോ ഗുണം. രജോ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയൽവക്കക്കാരോടുള്ളത് രജോ ഗുണം. അവരത്രയ്ക്ക് നന്നാവണ്ട, നമ്മൾ നന്നായാൽ മതി. സത്വഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും നല്ല ബെറ്റർ പൊസിഷനിൽ നിൽക്കുമ്പോൾ 4 പേര് നമ്മളെ പുകഴ്ത്തി പറയുമ്പോൾ നമുക്ക് സത്വഗുണം. എല്ലാവരോടും നല്ല ക്യാരക്ടർ കാണിക്കാം. ഇത്രയും ചിന്തിച്ചാൽ മതി. ഇനി ഇതൊന്നും പാടില്ല എന്നാ പറയുന്നത്. ഈ 3 ഗുണങ്ങളാണ് നമ്മളെ നിയന്ത്രിക്കുന്നത്. സാരല്ല ഈ 3 ഗുണങ്ങളാണ് എന്ത് നമ്മളെ നിയന്ത്രിക്കുന്നത്. പക്ഷേ നമ്മൾ സത്വഗുണ സ്വഭാവമുള്ള വ്യക്തികളായിട്ട് വേണം മാക്സിമം ജീവിക്കാൻ. നമ്മൾ മനുഷ്യരാണ്, 2023 ജീവിക്കുന്നത്. എന്നാൽ കൂടിയും നമ്മൾ എന്ത് വേണം? സത്വഗുണ സമ്പുഷ്ടമായിരിക്കണം നമ്മുടെ സ്വഭാവവും പെരുമാറ്റവും. എപ്പോഴും നമ്മൾ മറ്റുള്ളവർക്കൊരു വെളിച്ചമായി തീരണം. മനസ്സിലായില്ലേ? ഒരാൾ ഉയർന്നു വരുന്നതില്, ഒരാൾ നന്നാവുന്നതില്, ഒരാൾക്ക് എന്തെങ്കിലും കിട്ടുന്നതില് നമ്മളൊന്നും ചിന്തിക്കരുത്. നമ്മൾ അതേക്കുറിച്ചൊന്നും ബോധേഡേ ആവരുത്. അവര് നന്നായിക്കോട്ടെ, അവര് സന്തോഷമായിട്ട് ഇരുന്നോട്ടെ, നമ്മൾ എന്തിനാണ് ഇപ്പൊ അതിനെക്കുറിച്ചൊക്കെ ആലോചിച്ചിട്ട് ഇതാവുന്നത്? എല്ലാവർക്കും നന്മ ഉണ്ടാവട്ടെ, എല്ലാവരിലും നന്മ കാണാൻ ശ്രമിക്കുക. ഇതാണ് എന്തെന്ന് പറയുന്നത് സത്വഗുണം. അപ്പോ ഈ 3 ഗുണങ്ങളാണ് ഓരോ മനുഷ്യനെ കൊണ്ടും കർമ്മം ചെയ്യിക്കുന്നത്, അല്ലെ? നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും ഈ 3 ഗുണങ്ങൾ, നമ്മൾ എന്ത് കാര്യത്തെ ചെയ്യാൻ വേണ്ടി ഇറങ്ങി തിരിച്ചാലും ഈ 3 ഗുണങ്ങളാണ് നമ്മളെ നിയന്ത്രിക്കുന്നത്. അതെങ്ങനെയാ നിയന്ത്രിക്കുക? നമ്മുടെ മനസ്സ്, ബോധം. അപ്പം ആ മനസ്സ്, ബോധം, നമ്മുടെ ചിന്ത, വാക്ക്, പ്രവൃത്തി, ഇതിലൂടെയാണ് നമ്മൾ കർമ്മം ചെയ്യുന്നത്, അല്ലെ? ആദ്യം നമ്മൾ മനസ്സിലൊരു കാര്യം ആലോചിക്കും, പിന്നെ നമ്മളത് ബോധത്തിലൂടെ ചിന്തിക്കും, ഇങ്ങനെ ചെയ്യണോ, ഇങ്ങനെ പറയണോ എന്ന് നമ്മളിങ്ങനെ ആലോചിക്കും. എന്നിട്ട് നമ്മളത് പ്രവർത്തിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ആ പ്രവൃത്തി ശരിയല്ല എങ്കിൽ അത് രജോ തമോ ഗുണങ്ങളായി. അതേസമയം നമ്മൾ ആരിൽ നിന്നും, സാരല്ലേ രമ്യ മന്ദജി, ഹരേഷ്ണച്ച, ആരിൽ നിന്നും നമ്മൾ ഒന്നും പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് നന്മ ചെയ്താൽ മതി, ആരെന്ത് പറഞ്ഞാലും നമ്മൾക്കതൊരു മാറ്ററേ അല്ല എന്ന ഭാവത്തിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് സത്വഗുണമായി. ആ സത്വഗുണത്തിൽ ആരുണ്ട്? ഭഗവാൻ കൃഷ്ണനുണ്ട്. അപ്പൊ ഭഗവാൻ കൃഷ്ണനെ മുൻനിർത്തിക്കൊണ്ട്, അദ്ദേഹത്തിന്റെ പാത പിന്തുടർന്നുകൊണ്ട്, അദ്ദേഹം എന്താണോ പറയുന്നത് അത് കേട്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ സത്വഗുണ സമ്പുഷ്ടരായി നമ്മൾ. മനസ്സിലായില്ലേ? മാത്രമല്ല, എത്രത്തോളം ഒരു വ്യക്തി ക്ഷമിക്കുന്നുവോ അത്രത്തോളം ആ വ്യക്തിയിൽ സത്വഗുണം നിറയും. മനസ്സിലായോ? അങ്ങനെ നിറയുന്ന സമയത്ത് ആ വ്യക്തിയിലേക്ക് ഭഗവാൻ കൂടുതൽ 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 ഇങ്ങനെ അടുത്തടുത്ത് വരും. ഓക്കെ, ഒരുപാട് അടുത്തടുത്ത് വരും ഭഗവാൻ. നമുക്ക് ഭഗവാനെയാണ് വേണ്ടത്, അല്ലെ? നമുക്ക് മറ്റൊന്നും വേണ്ട, നമുക്ക് ഭഗവാനെയാണ് കിട്ടേണ്ടത്. കാരണം എത്ര കോടാനുകോടി പണം നമ്മുടെ ബാങ്കിൽ ഉണ്ടാക്കി വെച്ചാലും ശരി, നമ്മുടെ ശരീരം നല്ല രീതിയിലല്ല, നമുക്കൊന്ന് എഴുന്നേറ്റ് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എങ്കിൽ പിന്നെ ഈ പണം കൊണ്ടൊന്നും നടക്കില്ല. മനസ്സിലായില്ലേ? ഇനി ഒരുപാട് സൗന്ദര്യവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായി എന്ന് കരുതാം. ഇതെല്ലാം ഉണ്ടായിട്ട് പിന്നെ നമ്മൾ വിചാരിക്കുകയാണ്, ഇനി ഈ സൗന്ദര്യം കൊണ്ടൊക്കെ എല്ലാം തീർന്ന് ഒരു ബ്രൈറ്റ് സ്റ്റാർ ആയിട്ട് നിന്നിട്ട് കുറച്ച് പ്രായമായി കഴിയുമ്പോഴത്തേക്കും ഈ സൗന്ദര്യം കൊണ്ട് ഒരു പ്രയോജനവും ഇല്ലാണ്ടായില്ലേ? ഒരു പ്രയോജനവും ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? അപ്പോ നമ്മൾ വിചാരിക്കുന്ന ഈ ഭൗതികമായിരിക്കുന്ന നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്തുള്ള ഒന്നിനെ കൊണ്ടും നമ്മളെ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് എന്നെന്നും നിലനിൽക്കുന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. ആകെ ഒരു കാര്യത്തിനെ സാധിക്കും, നമ്മൾ നേടുന്ന നല്ല പേര്. ആ പേരെന്ന് പറയുന്നത് സത്വഗുണ സമ്പൂർണമായിരിക്കണം. ആ സത്വഗുണ സമ്പൂർണമായിരിക്കുന്ന പേര് നമ്മൾ നേടണമെങ്കിൽ ഒരേ ഒരു വഴിയുള്ളൂ, ഏത് പ്രതിസന്ധിയിലും നമ്മൾ ക്ഷമിക്കണം. എല്ലാ കാര്യങ്ങളിലും എല്ലാ അവസ്ഥകളിലും നമ്മൾ ക്ഷമിക്കണം. എത്രത്തോളം നമ്മൾ ക്ഷമിക്കുന്നുവോ, എത്രത്തോളം നമ്മൾ താഴുന്നുവോ, എത്രത്തോളം നമ്മൾ മറ്റുള്ളവരോട് ഇണങ്ങി ഇടപെടുന്നുവോ അത്രത്തോളം ഈശ്വരൻ നമ്മളിലേക്ക് വരും. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ എത്രത്തോളം ഞാനെന്ന ഭാവത്തിൽ ജീവിക്കുന്നുവോ അത്രത്തോളം നമ്മൾ എന്താണ് ഭഗവാനിൽ നിന്ന് അകന്നകന്നകന്നകന്നകന്നു പോകും. എത്രത്തോളം നമ്മൾ ഒരാളോട് വ്യക്തി വൈരാഗ്യം സൂക്ഷിക്കുന്നുവോ അത്രത്തോളം കൃഷ്ണൻ നമ്മളെ വിട്ട് അകലും. നമുക്ക് കൃഷ്ണൻ നമ്മളെ വിട്ട് അകലുന്ന കാര്യം ചിന്തിക്കാനേ പറ്റൂല. കാരണം ഈ ഭൂമിയിൽ മനുഷ്യനെ കൊണ്ടും ഒന്നിനെ കൊണ്ടും നമ്മളെ രക്ഷിക്കാൻ പറ്റാത്ത ഒരു ദിവസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. അതെല്ലാവരുടെ ലൈഫിലും ഉണ്ടാവും, എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാവും. മനസ്സിലായില്ലേ? എല്ലാവരുടെ ലൈഫിലും ഉണ്ടാവും. എന്റെയും നിങ്ങളുടെയും എല്ലാവരുടെ ലൈഫിലും ഒരു ദിവസം ഈ ലോകം തന്നെ നമ്മളെ കൈവിടുന്ന ഒരു നിമിഷമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. അപ്പോ നമ്മൾ ഭഗവാനേ എന്ന് വിളിക്കും, അല്ലെങ്കിൽ പടച്ചോനേ എന്ന് വിളിക്കും, അല്ലെങ്കിൽ കർത്താവേ എന്ന് വിളിക്കും. അത് ഏത് മതവിഭാഗത്തിലുള്ളവരും വിളിക്കും. അങ്ങനെ ഒരു നിമിഷം നമ്മുടെ ജീവിതത്തിൽ ഉറപ്പാണ്.
എല്ലാ ജീവജാലങ്ങളുടെ ജീവിതത്തിലും. അപ്പൊ ആ നിമിഷം നമ്മൾ വിളിക്കുമ്പോൾ ഭഗവാൻ ആ വിളി കേൾക്കണമെങ്കിൽ നമ്മൾ എന്തായിരിക്കണം? സത്വഗുണത്തിൽ ജീവിച്ച് ശീലിക്കണം. ആ സത്വഗുണത്തിൽ ജീവിക്കുമ്പോഴാണ് നമുക്ക് ഭഗവാന്റെ കാരുണ്യം ലഭിക്കുന്നത്. ആ സത്വഗുണത്തിൽ നമ്മൾ ജീവിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ക്ഷമ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ശരിയായ പാതയിൽ പോകുമ്പോൾ ആ പാതയിൽ നിന്ന് നമ്മളെ പുറത്തേക്ക് കൊണ്ടുവരാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും, ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവും, ഒരുപാട് അവസ്ഥകൾ ഉണ്ടാവും. പക്ഷെ നമ്മൾ ചിന്തിക്കണം, ഞാൻ കേൾക്കുന്നത് ഭഗവാനെ കുറിച്ചാണോ? ഞാൻ ചെയ്യുന്നത് നന്മയാണോ? ഞാൻ പറയുന്നത് നല്ലതാണോ? ഇതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ ഒന്നും ചിന്തിക്കരുത്. ഇതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ ഒന്നിനെ കുറിച്ചും ആലോചിക്കരുത്. ഞാൻ കൃഷ്ണാവബോധത്തിലൂടെയാണോ മുന്നോട്ട് പോകുന്നത്? ഇത് മാത്രം ആലോചിച്ചാൽ മതി. ഇത് മാത്രം ആലോചിച്ചാൽ മതി. മറ്റ് നമ്മൾക്ക് ചുറ്റും വരുന്ന എല്ലാ പ്രകോപനങ്ങളെയും നമ്മൾ ഒഴിവാക്കുക, എല്ലാം ഒഴിവാക്കുക. ഞാനിപ്പം മഞ്ജരീസുമായി മുന്നോട്ട് പോയപ്പോൾ എന്നോട് എൻ്റെ കുറേ ഫ്രണ്ട്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇതിന്റെ വല്ല ആവശ്യവും നിനക്ക് ഉണ്ടായിരുന്നു എന്ന്. കാരണം ഇതുമായി മുന്നോട്ട് പോയപ്പോൾ ഞാൻ ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്തു. ഇതിന്റെ ഒക്കെ ആവശ്യം നിനക്ക് ഉണ്ടായിരുന്നോ? മര്യാദയ്ക്ക് ഷൂട്ടിന് പോയാൽ 8-10 രൂപ നിനക്ക് ഡെയിലി വേജസ് വരുന്നില്ലേ? സുഖമായിട്ട് ജീവിച്ചൂടെ? നല്ല ഹാപ്പി ആയിട്ട്, നല്ല ഫേമസ് ആയിട്ട് നിനക്ക് ജീവിച്ചൂടെ? എല്ലാ സുഖ സൗകര്യങ്ങളും. എന്തിനാണ് ഇങ്ങനെയൊക്കെ കേൾക്കാനും പറയിപ്പിക്കാനൊക്കെ പോണത്? പക്ഷെ ഞാൻ എന്താ പറഞ്ഞതെന്നറിയോ? അതിലൊന്നുമില്ലാത്ത ഒരു ആനന്ദം അത് ഈ മഞ്ജരീസിലുണ്ട്. ആ ആനന്ദമാണ് കൃഷ്ണൻ എന്ന് പറയുന്നത്. ആ ആനന്ദത്തെയാണ് ഞാൻ മുറുകെ പിടിക്കുന്നത്. മനസ്സിലായില്ലേ? ആ ആനന്ദമാണ് നമുക്ക് വലുത്. പ്രതിസന്ധികൾ ഒരുപാട് വരും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ. വ്യക്തിപരമായിട്ട്, പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും ഒരുപാട് പ്രതിസന്ധികൾ വരും. കൃഷ്ണാവബോധത്തിൽ മുന്നോട്ട് പോകുമ്പോൾ അതിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കാൻ ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടാവും. പക്ഷേ നമ്മൾ ആലോചിക്കുക, കൃഷ്ണനെ മുറുകെ പിടിച്ച് സാത്വിക മനോഭാവത്തോടുകൂടി, ക്ഷമയോടുകൂടി നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇഹലോകത്തും പരലോകത്തും നമുക്ക് ശാന്തിയും സമാധാനവും ഉറപ്പാണ്. ഒരാൾ വന്ന് തിരിച്ചു തല്ലുമ്പോഴാണ് അവിടെ വലിയ വഴക്കുണ്ടാവുന്നത്, അല്ലേ? ആ വ്യക്തിക്ക് മുമ്പിൽ തല കുനിച്ച് ക്ഷമയോടെ നിൽക്കുകയാണെങ്കിൽ ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞ് അത് അവിടെ തീരും. നമ്മൾ അവരെ മുമ്പിൽ അടിയറവ് പറഞ്ഞെന്ന് തന്നെ വിചാരിച്ചോട്ടെ, നമുക്ക് വിഷയമല്ല. പക്ഷെ എല്ലാം കാണുന്ന സർവേശ്വരൻ നമ്മളെ ചേർത്ത് പിടിക്കില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ചേർത്ത് പിടിച്ചിരിക്കും. നമ്മൾ നമ്മുടെ ബന്ധുമിത്രാദികൾ എന്ന് പറഞ്ഞ് തലയിൽ കയറ്റി വെച്ച് നടക്കുന്ന വ്യക്തികളുടെ മുമ്പിൽ പോയിട്ട് നിങ്ങൾ ഒരു 10,000 രൂപ കടം ചോദിച്ചു നോക്ക്, അന്ന് മുതൽ ആ ബന്ധം അവിടെ തീരും. മനസ്സിലായില്ലേ? അന്ന് മുതൽ ആ ബന്ധം അവിടെ തീരും. അതാണ് ബന്ധുമിത്രാദികൾ. അതേസമയം നിങ്ങൾക്ക് ഒരുപാട് പണം ഉണ്ടായിട്ട് നിങ്ങൾ നല്ല നിലയിൽ ഒരു വലിയ കാറും ഒരു വീടും വെച്ച് ജീവിച്ചു നോക്ക്. ഈ പറയുന്ന ബന്ധുമിത്രാദികള് നിങ്ങളെ കാണാതെ ഉറക്കം വരില്ല എന്ന് പറഞ്ഞ് നിങ്ങളുടെ അടുത്തേക്ക് വരും. അപ്പൊ ഏത് വേണമെന്ന് നമ്മൾ ആലോചിക്കുക. നമ്മൾ നല്ല പൊസിഷനിൽ നിൽക്കുമ്പോൾ നമ്മൾക്ക് ഒരുപാട് കൂട്ടുകാരുണ്ടാവും. നമ്മൾ ഒന്നുമല്ലാതെ ഒരു രോഗാവസ്ഥയിൽ കിടക്കുമ്പോൾ നമ്മൾ ഇനിയിപ്പോൾ അവിടം വരെ പോയിട്ട് സമയം കളയണം എന്ന് പറയുന്നതായിരിക്കും സൗഹൃദ ബന്ധങ്ങൾ. മനസ്സിലാവുന്നുണ്ടോ? ഒരു ശവശരീരം അടക്കാൻ പോകുന്ന സമയത്ത് ആ മരിച്ചുപോയ ആ ശരീരത്തെ വെച്ച് ഒരു നോക്ക് കാണണമെന്നും പറഞ്ഞ ആ ശരീരത്തെ വെച്ച് മണിക്കൂറുകളോളം കാത്തിരിക്കാറുണ്ട് ചില വീടുകളിൽ. ആലോചിച്ച് നോക്കണം. എന്നിട്ട് ആ മരിച്ച ശരീരത്തെ കൊണ്ടുപോയിട്ട് മോർച്ചറിയിലും അവിടെയും ഇവിടെയും ഒക്കെ വെക്കാറുണ്ട്, അല്ലെ? ഐസ് ബോക്സിലും ഒക്കെ വെക്കാറുണ്ട്. പക്ഷെ ആ ശരീരം കാണാൻ വേണ്ടി ഇപ്പൊ ഒരാൾ വന്നു കഴിഞ്ഞാൽ ആ ശരീരം ഒരിക്കലും ആ വന്ന വ്യക്തിയോട് സംസാരിക്കുന്നില്ല, പ്രതികരിക്കുന്നില്ല. അവർക്ക് വേണ്ടി മണിക്കൂറുകളോളം ആ ശവശരീരം വെയിറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട് ഒന്ന് കാണാൻ. എന്നാൽ ഈ മരിച്ച വ്യക്തി ജീവിച്ചിരിക്കുന്ന സമയത്ത് ഒന്ന് തൊട്ടപ്പുറത്തായിരിക്കും, ഒരു 15 രൂപ പോയിന്റിലായിരിക്കും എന്താ പറയാ ആ അടുത്ത ആള് നിൽക്കുന്നത്. അവരൊന്നും വന്ന് കണ്ടുപോയില്ല. ആ ജീവിച്ചിരിക്കുന്ന സമയത്ത് ആ വ്യക്തിയുടെ വീട്ടിന്റെ മുന്നിൽ കൂടി 1000 പ്രാവശ്യം പോയാലും അയ്യോ അവര് വയ്യാതെ കിടക്കുന്നു, നമ്മളൊന്ന് കയറി കാണട്ടെ എന്ന മനോഭാവത്തോടു കൂടി കയറി കാണില്ല. എന്നാ ആ വ്യക്തി മരിച്ചാലോ, അയ്യോ മരിച്ചല്ലേ, ഞാൻ പോണെന്ന് വിചാരിച്ച് നടന്നില്ല, ഒന്ന് ചെന്ന് കണ്ടിട്ട് വരാമെന്നും പറഞ്ഞിട്ട് മണിക്കൂറുകളോളം ആ ബോഡി നമ്മൾക്ക് വേണ്ടി കാത്തു വെക്കുകയാണ്. ഇതൊക്കെ വലിയ പാതകമാണ്, വലിയ തെറ്റാണ്. നമ്മൾ എന്ത് ചെയ്യണം? ജീവിച്ചിരിക്കുമ്പോൾ കാണുക, ചിരിക്കുക, സംസാരിക്കുക, ഇടപെടുക, അന്വേഷിക്കുക. ആ മനുഷ്യബന്ധം ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നിലനിർത്തണം. മരിച്ചതിന് ശേഷമല്ല ബന്ധങ്ങൾ തേടി നമ്മൾ പോകേണ്ടത്. ഒരിക്കലും മരിച്ചതിന് ശേഷം ബന്ധങ്ങൾ തേടി പോകരുത്. അതിലൊരർത്ഥവും ഇല്ല. ജീവിച്ചിരിക്കുമ്പോൾ കൊടുക്കാത്ത എന്ത് സ്നേഹമാണ് ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ കൊടുക്കുന്നത്? എന്നിട്ട് മരിച്ച ശവം കിടക്കുമ്പോൾ നമ്മൾ എന്താ പറയാന്നറിയോ? പാവം, കണ്ണൊന്നും അടഞ്ഞില്ല, ജീവിച്ചു കൊതി തീർന്നില്ല, എന്തെല്ലാം ദുരിതങ്ങൾ അനുഭവിച്ചു, എത്ര സങ്കടം അനുഭവിച്ചു. ഇത് പറയാൻ നാണാവില്ലേ എന്നാണ് ഞാൻ ചില മനുഷ്യരോട് ചോദിക്കുക. അവരുടെ ദുഃഖങ്ങളിൽ ഒരു നിമിഷമെങ്കിലും നിങ്ങൾ അവരെ കേൾക്കാൻ ശ്രമിച്ചോ?
1000 പ്രാവശ്യം നിങ്ങളെ ചിലപ്പോൾ വിളിച്ച ദിവസങ്ങൾ ഉണ്ടാവും വരും അല്ലേ? അവര് വിളിച്ചിട്ടുണ്ടാവും. ഒരു നിമിഷം ആരെങ്കിലും കേൾക്കാൻ ശ്രമിച്ചോ? ആ വ്യക്തിയുടെ ഏതെങ്കിലും ആത്മഹത്യ ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ ഒരു സെക്കൻഡ് നമ്മൾ അവരെ കേൾക്കാനൊന്ന് മനസ്സ് കൊടുത്താൽ ആ വ്യക്തി ആത്മഹത്യ ചെയ്യില്ല. മനസ്സിലായില്ലേ? ഒന്ന് ചേർത്ത് പിടിച്ചാൽ ആ വ്യക്തി ഈ ലോകത്തുനിന്ന് പോവില്ല. ഒരു അമ്മ, അച്ഛനും, ഒരു മക്കളും, ഒരു സഹോദരങ്ങളും, ഒരു ഭർത്താവും, ഒരു ഭാര്യ അനാഥരാവില്ല. ഒന്ന് കേൾക്കാൻ കാണിക്കുന്ന മനസ്സ്, അത് ഭാര്യയെ കേൾക്കാൻ കാണിക്കുന്ന ഭർത്താവും ഭർത്താവിനെ കാണാൻ ശ്രമിക്കുന്ന ഭാര്യയും, ഒരു കുടുംബങ്ങളും അനാഥമാവില്ല. മനസ്സിലായില്ലേ? ഒരിക്കലും അനാഥമാവില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ? എപ്പോഴും പരസ്പര ബന്ധം സൂക്ഷിക്കുമ്പം കേൾക്കാനും ക്ഷമിക്കാനും സഹിക്കാനും പൊറുക്കാനും നമ്മൾ പോണം. ആ രീതിയിൽ നമ്മൾ പഠിക്കുകയാണെങ്കിൽ സത്വഗുണ സമ്പൂർണരായിട്ട് കൃഷ്ണനെ മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് ജീവിക്കാം. ആ ക്ഷമയിലും ആ കേൾക്കലിലും ആ ചേർത്ത് പിടിക്കലും ആ സഹനത്തിലുമുണ്ട് ഭഗവാൻ കൃഷ്ണൻ. കൃഷ്ണനെ കാണാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ക്ഷമയോടെയുള്ള സത്വഗുണത്തിലൂടെ നമ്മൾ കാണുകയാണെങ്കിൽ കൃഷ്ണനെ നമുക്ക് കാണാൻ പറ്റും. കൃഷ്ണനെ നമുക്ക് അറിയാൻ പറ്റും. ഒരു കാറ്റായി കൃഷ്ണൻ അവിടെ വരും. ഒരു മഴയായി കൃഷ്ണൻ അവിടെ വരും. ഒരു നല്ല രീതിയിൽ നല്ല എന്താ പറയാ തണുപ്പായിട്ട് ഒരു ആശ്വാസമായിട്ട് നല്ല ഒരു നിദ്രയായിട്ട് കൃഷ്ണൻ അവിടെ വരും. മനസ്സിലായില്ലേ? അതാണ് കൃഷ്ണൻ എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ ഒരിക്കലും ഓടക്കുഴലും പിടിച്ചുകൊണ്ട് മഞ്ഞ പീതാംബരവും ചുറ്റിക്കൊണ്ട് നെറുകയിൽ മയിൽപീലിയും ചുറ്റിയ കൃഷ്ണനെ തന്നെ കാണണമെന്ന് വാശി പിടിക്കരുത്. സഹനത്തിലും ക്ഷമയിലും സ്നേഹത്തിലും അറിവിലും എല്ലാത്തിലും കൃഷ്ണനുണ്ട്. സമാധാനത്തിലും കൃഷ്ണനുണ്ട്. അവിടെയാണ് കൃഷ്ണനെ കാണേണ്ടത്. ആ ഒരു മനോഭാവത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ കൃഷ്ണനെ നമുക്ക് അടുത്ത് കാണാൻ പറ്റും. അവിടെയാണ് ഐശ്വര്യദേവതയായ ലക്ഷ്മി ദേവി വരുന്നത്. അല്ലാതെ ബഹളങ്ങളിലും പ്രശ്നങ്ങളിലും പ്രതികാര മനോഭാവങ്ങളിലും ഒന്നും കൃഷ്ണനും ഇല്ല, ദേവിയുമില്ല. അപ്പം ആർക്കും ഒരൊറ്റ നിമിഷം പോലും കർമ്മത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ കഴിയില്ല. മനസ്സിലായില്ലേ? എല്ലാ സമയവും നമ്മൾ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എല്ലാ നേരത്തും. പക്ഷെ ആ സമയങ്ങളിൽ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ എന്ത് തന്നെ ആയാലും ആ കർമ്മങ്ങൾ എപ്പോഴും എന്തായിരിക്കണം? സത്വഗുണ സമ്പുഷ്ടമായിരിക്കണം. സത്വഗുണത്തെ മുൻനിർത്തിക്കൊണ്ട് വേണം കർമ്മം ചെയ്യാൻ. മനസ്സിലാവുന്നുണ്ടോ? എന്ത് വലിയ പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിൽ വന്നോട്ടെ, എത്ര വലിയ സിറ്റുവേഷനും വന്നോട്ടെ, നമ്മളെ എത്രത്തോളം വേദനിപ്പിക്കുന്ന അവസ്ഥയും ഉണ്ടായിക്കോട്ടെ, നമ്മളത് സത്വഗുണ മനോഭാവത്തിൽ കൈകാര്യം ചെയ്യണം. ചിലപ്പോൾ തന്തയ്ക്ക് വിളിക്കും, ചിലപ്പോൾ തള്ളയ്ക്ക് വിളിക്കും, ഒക്കെ ഉണ്ടാവും. നമ്മൾ പ്രകോപിതരാവരുത്. കാരണം കൃഷ്ണഭക്തരായിരിക്കുന്ന നമ്മൾ എത്രത്തോളം താഴ്മയിലേക്ക് പോകുന്നോ അത്രത്തോളം കൃഷ്ണൻ നമ്മളിലേക്ക് വരും. എത്രത്തോളം വയലൻസിലേക്ക് പോകുന്നോ അത്രത്തോളം കൃഷ്ണൻ നമ്മളിൽ നിന്ന് അകന്നകന്നകന്നകന്ന് പോകും. വീട്ടിലുള്ള ആരും നമ്മൾ എന്തും പറഞ്ഞോട്ടെ, ക്ഷമിക്കാൻ പഠിക്കും. ആ ക്ഷമയിലാണ് കൃഷ്ണനുള്ളത്. ആ ക്ഷമ നമ്മൾക്കൊരു കൃഷ്ണൻ നമ്മുടെ ഒരു കവചമായി മാറുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ കൃഷ്ണൻ കവചമായി മാറിക്കഴിയുന്ന സമയത്ത് നമ്മളെ ആരാണോ വേദനിപ്പിച്ചത്, വേദനിപ്പിച്ചുള്ളവർക്ക് കൃഷ്ണൻ നോക്കിക്കോളും, ഭഗവാൻ നോക്കിക്കോളും. നമ്മൾ പ്രതികാരം ചെയ്യാൻ പോണ്ട, നമ്മളൊന്നും പറയാൻ പോണ്ട, നമ്മളൊന്നും ചോദിക്കാൻ പോണ്ട. ഒരു യഥാർത്ഥ കൃഷ്ണഭക്തി പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീരും അവന്റെ ഹൃദയത്തിന്റെ പിടച്ചിൽ ഒരു നേരം ഒന്ന് കൂടിയിട്ടുണ്ടെങ്കിൽ അത് ചോദിക്കാൻ സാക്ഷാൽ ഗുരുവായൂരപ്പനുണ്ട് എന്ന വസ്തുത നമ്മൾ മനസ്സിലാക്കണം. മനസ്സിലായില്ലേ? അത് ചോദ്യം ചെയ്യാൻ നമുക്ക് അവകാശമില്ല. കൃഷ്ണൻ അവകാശമുണ്ട്, അധികാരമുണ്ട്. അത് അദ്ദേഹം ചോദിച്ചോളും, അദ്ദേഹം അത് വേണ്ട രീതിയിൽ പ്രവർത്തിച്ചോളും. എങ്ങനെയാണോ മഹാഭാരതത്തില് ജയദ്രഥനെ വധിക്കാൻ വേണ്ടിയിട്ട് അർജുനൻ ഒരു വാക്ക് പറഞ്ഞ് അർജുനൻ മുന്നോട്ട് പോയത്, ആ സമയം അർജുനന് വേണ്ടിയിട്ട് സൂര്യനെ അസ്തമിപ്പിക്കാൻ ഇരുളാക്കി മായ കാണിച്ചവൻ ആരോ, ആ കൃഷ്ണൻ നമ്മളെയും സഹായിക്കാൻ എത്തിയിരിക്കും. പാഞ്ചാലിയുടെ വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റിയപ്പോ എങ്ങനെയാണോ ആ പാഞ്ചാലി കൃഷ്ണനെ വിളിച്ച് നിലവിളിച്ചപ്പോ ഒരു ചെറിയ തുണി കൊടുത്തതിന് കൃഷ്ണൻ നിലയ്ക്കാത്ത വസ്ത്രം കൊടുത്തു, അല്ലെ? അവസാനമില്ലാത്ത വസ്ത്രം കൊടുത്തു. ആ കൃഷ്ണൻ നമ്മുടെ അഭിമാനത്തെ സംരക്ഷിക്കുമെന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുക. ഞാൻ വെറുതെ പറയുന്നതല്ല, ഒരിക്കലും വെറുതെ പറയുന്നതല്ല. വിജയവും തോൽവിയും ജീവിതത്തിന്റെ ഭാഗങ്ങളാണ്. പക്ഷെ ഒരു യഥാർത്ഥ കൃഷ്ണഭക്തി പ്രാക്ടീസ് ചെയ്യുന്ന ഒരാള് അർജുനനെ എങ്ങനെയാണോ പാർത്ഥസാരഥി സംരക്ഷിച്ചത് അതുപോലെ ജീവിതത്തിൽ തോൽക്കാതെ സംരക്ഷിക്കും. അഭിമാനം നഷ്ടപ്പെടുന്നിടത്ത് പാഞ്ചാലിക്ക് എങ്ങനെയാണോ വസ്ത്രം നൽകിയത് അതുപോലെ കൃഷ്ണൻ നമ്മുടെ അഭിമാനത്തെയും സംരക്ഷിക്കും. ഒരു സംശയവും ഇല്ല. മനസ്സിലായില്ലേ?
ഒന്നുമില്ലാത്ത ഒരാൾക്ക് എങ്ങനെയാണോ പൂന്താനം തിരുമേനിയെ സങ്കടക്കടലിൽ നിന്ന് മോചിപ്പിച്ച് കൃഷ്ണൻ തന്നെ കൊണ്ടുപോയത്, അതുപോലെ കൃഷ്ണൻ തന്നെ നമ്മളെ ചേർത്ത് പിടിക്കും. കുചേലനെ എങ്ങനെയാണോ കൃഷ്ണൻ ആ പട്ടിണിയിൽ നിന്ന് രക്ഷിച്ചത്, അതേപോലെ കൃഷ്ണൻ നമ്മളെയും രക്ഷിക്കും. യാതൊരു സംശയവുമില്ല. അപ്പം ആ ഒരു ഉറച്ച വിശ്വാസത്തോടെ, സാത്വിക മനോഭാവത്തോടെ നമ്മൾ മുന്നോട്ട് പോവുക. നമ്മളെ കാലുകൾ ഇടറില്ല. ഈ ലോകം മുഴുവൻ നമ്മളെ കുറ്റപ്പെടുത്തിയാലും ഒറ്റപ്പെടുത്തിയാലും വേദനിപ്പിച്ചാലും അപമാനിച്ചാലും ഈ ലോകത്തെ സംരക്ഷിക്കുന്ന കൃഷ്ണൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ പിന്നെ ഒന്നിനും പേടിക്കേണ്ട കാര്യമില്ല. ഒന്നിനും പേടിക്കേണ്ട. നോക്കേണ്ടതെല്ലാം അദ്ദേഹം കൃത്യമായി നോക്കിക്കോളും. ച്യുതിയില്ലാത്തവനാണ് അച്യുതൻ. ആ അച്യുതൻ വരേണ്ട സമയത്ത് നേരത്തെയും ആവില്ല, വൈകിട്ടും ആവില്ല. കൃത്യസമയത്ത് വന്നിട്ട് കൃത്യമായിട്ട് ഇടപെടാൻ അദ്ദേഹത്തിന് അറിയാം. നമ്മളൊന്നും കൃഷ്ണനെ പറഞ്ഞ് പഠിപ്പിക്കേണ്ട. കർമ്മം ചെയ്യുക. ചെയ്യുന്ന കർമ്മങ്ങൾ സാത്വിക മനോഭാവത്തോടു കൂടി ചെയ്യാം. രജോ ഗുണം വേണ്ട, തമോ ഗുണം വേണ്ട. സത്വഗുണ മനോഭാവത്തോടു കൂടി ചെയ്യുന്ന കർമ്മങ്ങൾ ചെയ്യുക. ബാക്കി കൃഷ്ണൻ നോക്കിക്കോളും. ശരീരസ്ഥൻ ആണെങ്കിലും അല്ലെങ്കിലും, അതായത് നമ്മുടെ ശരീരം നമുക്കുണ്ടെങ്കിലും ഇല്ലെങ്കിലും എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക എന്ന് പറയുന്നത് ജീവാത്മാവിന്റെ ഒരു സ്വഭാവമാണ്. ശരീരം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മുടെ ആത്മാവ് എപ്പോഴും ഇങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. ആത്മാവിന്റെ സാന്നിധ്യം ഇല്ല എങ്കിൽ നമ്മുടെ ശരീരം ഇളകില്ല. അതുകൊണ്ടാണ് മരിച്ചു കഴിഞ്ഞാൽ ആ ജഡം അനങ്ങാത്തത്. ആ ജഡം അങ്ങനെ കിടക്കും. ആത്മാവ് ഉണ്ടെങ്കിൽ മാത്രമേ ആ ശരീരത്തിന് ഇളകാൻ സാധിക്കൂ. സദാ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതും ഒരു നിമിഷം പോലും നിഷ്ക്രിയമാവാൻ വയ്യാത്തതുമാണ് ആത്മാവ്. സദാ ആത്മാവ് എന്താണ്? പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു സമയം പോലും ആത്മാവ് അടങ്ങിയിരിക്കില്ല. ആത്മാവ് ഇങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കണം. അതുകൊണ്ട് ആത്മാവിനെ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്ന, ആത്മാവിനാൽ പ്രവർത്തിപ്പിക്കപ്പെടുന്ന ഒരു ജഡവാഹനമാണ് ശരീരം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ജഡവാഹനമാണ്. ഈ ശരീരത്തെ നമ്മളൊരു വാഹനമായി എടുത്താൽ ഒരു ജഡവാഹനമാണ് എന്ത്? ശരീരം എന്ന് പറയുന്നത്. ഈ ശരീരമാകുന്ന, ഈ ജഡമാകുന്ന വാഹനത്തെ നിയന്ത്രിക്കുന്നതും പ്രവർത്തിപ്പിക്കുന്നതും ആരാണ്? ആത്മാവാണ്. ഓക്കെ, മനസ്സിലായില്ലേ? അതുകൊണ്ട് കൃഷ്ണാവബോധപരമായിരിക്കുന്ന സത്കർമ്മത്തിൽ ഏർപ്പെടാത്ത പക്ഷം ആത്മാവ് മായാശക്തിയാൽ പ്രേരിതനായി പ്രവർത്തനങ്ങളിൽ മുഴുകിയേക്കാം. അപ്പൊ നമ്മള് കൃഷ്ണനുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല എങ്കിൽ, കൃഷ്ണനുമായി ബന്ധപ്പെടുന്നില്ല, കൃഷ്ണാവബോധത്തിലൂടെ അല്ല നമ്മൾ ജീവിക്കുന്നത് എങ്കിൽ ആത്മാവ് എന്താണ്? ആത്മാവ് ഭൗതിക ശക്തിയുമായിട്ടുള്ള സമ്പർക്കത്തിൽ, ഈ ചുറ്റുപാടുള്ള സമ്പർക്കത്തിൽ ആത്മാവ് പെട്ടുപോകും. അപ്പോൾ നമ്മുടെ ജീവിതം നശിച്ചു പോകും. നമ്മൾ എന്ത് ചെയ്യണം? കൃഷ്ണാവബോധത്തിലൂടെ തന്നെ നമ്മൾ പ്രവർത്തിക്കണം. കൃഷ്ണാവബോധവുമായി പ്രവർത്തിക്കുന്ന സമയത്ത് ആത്മാവ് കൃഷ്ണനുമായിട്ട് ചേർന്നായിരിക്കും മുന്നോട്ട് പോകുന്നത്. അപ്പൊ നമ്മുടെ ജീവിതം എന്തായി? നല്ല ജീവിതമായി. അതല്ല എങ്കിൽ ദുഃഖങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കാൻ വീണ്ടും 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 ജന്മമെടുത്ത് നമ്മുടെ ജീവിതമേ വേസ്റ്റ് ആയി പോകും. ഭൗതിക ശക്തിയുമായിട്ടുള്ള ആ ഒരു സമ്പർക്കം കൊണ്ട് നമുക്ക് ചുറ്റിലുമുള്ള പല പല ശക്തികളുണ്ട്. ആ ശക്തികളുടെ സമ്പർക്കം കൊണ്ട് ആത്മാവ് ത്രിഗുണങ്ങൾ കൈക്കൊള്ളുന്നു. അതായത് കൃഷ്ണനുമായി ബന്ധപ്പെട്ട ഒരാൾ ഒരിക്കലും നോൺ വെജ് കഴിക്കില്ല, അല്ലെ? ഇനി കൃഷ്ണൻ, അപ്പോ ആ ആത്മാവ് കൃഷ്ണനുമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണെങ്കിൽ ആ ശരീരം ഒരിക്കലും നോൺ വെജ് എടുക്കില്ല. ആ ആത്മാവ് കൃഷ്ണനുമായി ബന്ധമില്ലാത്ത ഒരു ആത്മാവാണ്, അല്ലെങ്കിൽ കൃഷ്ണനുമായി ബന്ധപ്പെടാത്ത ഒരാളാണ് എങ്കിൽ ആ ശരീരം എന്ത് ചെയ്യും? തൊട്ടടുത്തുള്ള ഭൗതികതയിലുള്ള കൂട്ടുകാർ നമ്മളോട് പറയും നമുക്ക് ഇന്ന് നോൺ വെജ് കഴിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിട്ട് നോൺ വെജ് മേടിച്ച് കഴിക്കും. അപ്പം നോൺ വെജ് കഴിച്ച് 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 അവരുടെ ജീവിതം വേസ്റ്റ് ആയി പോകും. അവരുടെ ചിന്തകൾ, അവരുടെ പ്രവൃത്തി, അവരുടെ വാക്ക്, ഇതെല്ലാം വേസ്റ്റ് ആയി പോകും. അങ്ങനെ വേസ്റ്റ് ആയി കഴിഞ്ഞാൽ എന്തായി? നമ്മുടെ ജീവിതം ഒരു വലിയ പരാജയമായി പോകും. അതേസമയം കൃഷ്ണാവബോധത്തിൽ ജീവിക്കുന്ന ഒരാളാണ് നമ്മളെങ്കിൽ കൃഷ്ണൻ എന്തെല്ലാമാണോ താല്പര്യം, ആ താല്പര്യങ്ങൾക്കനുസരിച്ചേ നമ്മൾ മുന്നോട്ട് പോകും. അല്ലാത്ത പക്ഷം നമ്മൾ ജീവിക്കില്ല, നല്ല രീതിയിൽ നമ്മൾ ജീവിക്കില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഭൗതിക ശക്തിയുമായുള്ള സമ്പർക്കത്താൽ, ഈ ചുറ്റുപാടുകളുമുള്ള ശക്തികളുടെ സമ്പർക്കം കൊണ്ട് ആത്മാവ് ത്രിഗുണങ്ങൾ കൈക്കൊള്ളുന്നുണ്ട്. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം, 3 ഗുണങ്ങൾ ആത്മാവ് കൈക്കൊള്ളുന്നുണ്ട് ഭൗതിക ശക്തി കൊണ്ട്. ഓക്കെ, അതേസമയം നമ്മള് കൃഷ്ണാവബോധത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ആത്മാവ് സത്വഗുണം മാത്രമേ കൈക്കൊള്ളൂ. അങ്ങനെ സത്വഗുണം മാത്രം കൈക്കൊള്ളുന്ന ആത്മാവിരിക്കുന്ന ശരീരം നല്ലത് മാത്രമേ ചെയ്യൂ, തെറ്റായ ഒരു പ്രവൃത്തിയിലേക്കും പോവില്ല. ഇത്തരം പ്രവണതകളിൽ നിന്ന് ആത്മാവിനെ ശുദ്ധീകരിക്കാൻ ശാസ്ത്രവിധിക്കനുസരിച്ചുള്ള നിർദ്ദിഷ്ട കർമ്മങ്ങൾ നിറവേറ്റുകയാണ് ആവശ്യം. നമ്മൾ എന്ത് ചെയ്യണം? ശാസ്ത്രവിധിയുണ്ട് നമ്മൾക്ക്. നമ്മുടെ ഗീത, ഭാഗവതം, മഹാഭാരതം, അങ്ങനെയുള്ള പല പല നിഘണ്ടുകൾ നമുക്കുണ്ട്, അല്ലെ? ഈ നിഘണ്ടുകളെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വളരെ വളരെ കൃത്യമായിട്ട് നമ്മൾ
ഗീതയിലൂടെയും ഭാഗവതത്തിലൂടെയും മഹാഭാരതത്തിലൂടെയും നമ്മൾ മുന്നോട്ട് പോകണം. അങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് നമ്മളോടുകൂടി എന്തെല്ലാം കർമ്മങ്ങൾ, സാത്വികമായിരിക്കുന്ന കർമ്മങ്ങൾ ചെയ്യണമെന്നോ, അപ്പം ആ കർമ്മങ്ങളിലൂടെ നമ്മൾ മുന്നോട്ട് പോകാം. ആത്മാവ് ഒരു ശരീരം വെടിഞ്ഞിട്ട് മറ്റൊരു ശരീരത്തിലേക്ക് എങ്ങനെ എത്തുന്നു? ആത്മാവ് ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട്, ഇപ്പം അമ്പിളി എന്ന് പറയുന്ന ഒരു ശരീരം, ആ ശരീരത്തിൽ ഇരുന്ന് ആത്മാവ് പ്രവർത്തിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ കഴിഞ്ഞ ജന്മം ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി ചിന്ത കൊണ്ട്, വാക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ട് അങ്ങനെ പല പല തെറ്റുകൾ നമ്മൾ ചെയ്യും. അങ്ങനെ പല തെറ്റുകൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ആ തെറ്റുകൾ തിരുത്താൻ വേണ്ടിയിട്ട് ഭഗവാൻ നമുക്കൊരു ശരീരം തരും. പഞ്ചേന്ദ്രിയ നിർമ്മിതമായിരിക്കുന്ന ഒരു ശരീരം തരും. ഈ ശരീരത്തിലേക്ക് നമ്മുടെ ആത്മാവെത്തും. അങ്ങനെ നമ്മൾ ഈ ശരീരം ഇങ്ങനെ നമ്മൾ ജീവിച്ച് നമ്മൾ ഒരു വിധത്തിൽ ഒരുപാട് ഈ ശരീരം കൊണ്ട് ഞാൻ പിന്നെന്ത് ചെയ്യും? എനിക്ക് കഴിഞ്ഞ ജന്മത്തിൽ കിട്ടിയ ശരീരം കൊണ്ടാണ് കുറെ തെറ്റുകൾ ചെയ്തത്. അപ്പൊ ഈ ജന്മത്തെ എനിക്കൊരു ശരീരം തന്നു എന്ന് കരുതാം. അപ്പൊ ഈ ജന്മത്തെ ശരീരം എന്തിനാ തന്നിരിക്കുന്നത്? കഴിഞ്ഞ ജന്മം ചെയ്ത എന്റെ തെറ്റുകൾ തിരുത്താൻ. അത് മനസ്സിലാക്കാതെ ഞാൻ ഈ ജന്മത്തും ഈ ശരീരം കൊണ്ട് ഒരുപാട് തെറ്റുകൾ ചെയ്യുമ്പോൾ, ഇത് ശരീരമാണ്, പഞ്ചേന്ദ്രിയങ്ങളാൽ നിർമ്മിതമാണ് അല്ലെ. ഈ പഞ്ചേന്ദ്രിയങ്ങളാൽ നിർമ്മിതമായിരിക്കുന്ന ഈ ശരീരത്തിന് നാശമുണ്ട്. ഇപ്പോ നിങ്ങളൊരു മൊബൈൽ വാങ്ങിച്ചു. ആ മൊബൈൽ കുറച്ച് കഴിയുമ്പോൾ ചീത്തയായി പോവും അല്ലെ. കുറച്ച് കഴിയുമ്പം ചീത്തയായി പോവും. എന്താണ്? അതിന്റെ കാലാവധി കഴിയും. അതേപോലെ നമ്മുടെ ശരീരവും പഞ്ചേന്ദ്രിയങ്ങളാൽ നിർമ്മിതമായതുകൊണ്ട് നമ്മുടെ ശരീരത്തിനും കാലാവധിയുണ്ട്. ആ കാലാവധി കഴിയുമ്പം ആ ശരീരം നശിച്ച് അത് പഞ്ചേന്ദ്രിയങ്ങളിലേക്ക് തന്നെ പോവും. ക്ലിയർ? അപ്പോ ആ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ആത്മാവിരിക്കുമ്പോൾ ആ ശരീരം കിട്ടിയിരിക്കുന്നത് എന്തിനാണ്? നമ്മുടെ കഴിഞ്ഞ ജന്മത്തിലെ തെറ്റുകൾ തിരുത്താൻ. പക്ഷെ നമ്മൾ അത് പഠിക്കുന്നില്ല, നമ്മൾ തിരുത്തുന്നില്ല, നമ്മൾ വീണ്ടും വീണ്ടും തെറ്റുകൾ ചെയ്യും. അപ്പൊ ആത്മാവ് വീണ്ടും ഒരു ശരീരം ഭഗവാൻ കൊടുക്കും. അങ്ങനെ നമ്മൾ ഓരോ ജന്മം എടുത്തെടുത്ത് നമ്മളുടെ തെറ്റുകളെല്ലാം തിരുത്തപ്പെട്ട് നമ്മൾ കൃഷ്ണാവബോധത്തിൽ വന്ന് ഇനി ശരീരമേ വേണ്ട എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ പ്യൂറായി കഴിഞ്ഞാൽ മാത്രമേ ഈ ആത്മാവ് പരമാത്മാവിലേക്ക് പോകും. മനസ്സിലായില്ലേ? അതിനു വേണ്ടിയാണ് കോടാനുകോടി ജന്മങ്ങൾ നമ്മൾ എടുക്കുന്നത്. ഇലയായും പൂവായും കായായും പുഴുവായും, എന്തിനും മലത്തിലെ പുഴുവായി വരെ നമ്മൾ ജനിക്കും. ഓരോ ജന്മങ്ങൾ എടുത്തെടുത്ത് അവസാനം ഭഗവാൻ വിചാരിക്കും, പോട്ടെ ഇനി അത് നല്ല രീതിക്ക് അവർ ജീവിക്കട്ടെ എന്ന് കരുതി ഭഗവാൻ ഒരു ശരീരം നമുക്ക് തരും, മനുഷ്യ ശരീരം തരും. ഈ മനുഷ്യ ശരീരത്തിൽ നമുക്ക് ചിരിക്കാനും ചിന്തിക്കാനും ഒക്കെയുള്ള കഴിവും ഭഗവാൻ തരും. അറിയാനും എല്ലാത്തിനുള്ള പാണ്ഡിത്യം നമുക്ക് തരും. ആ പാണ്ഡിത്യം എല്ലാം വെച്ചിട്ട് ചെയ്യാൻ പാടില്ലാത്തതായ സകലമാന തെറ്റുകൾ നമ്മൾ ചെയ്യും. അപ്പൊ ഭഗവാൻ എന്ത് ചെയ്യും? ഒരു ജന്മവും കൂടി കൊടുക്കും. ഇനിയെങ്കിലും തിരുത്തി വരട്ടെ. ഈ ജന്മം ഞാനൊരു മനുഷ്യ ശരീരം എടുത്ത് ഞാൻ നേരെ പോയിട്ട് ഒരാളുടെ കൈയും കാലും ഒക്കെ അങ്ങ് വെട്ടിക്കളഞ്ഞു, അല്ലെങ്കിൽ ഒരാളെ ബലാത്സംഗം ചെയ്ത് കൊന്നു കളഞ്ഞു, അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഒരു തെറ്റ് ഞാൻ ചെയ്തു, തീ വെച്ചു കൊന്നു, ഇങ്ങനെ മാരകമായിരിക്കുന്ന, അല്ലെങ്കിൽ ഒരാളെ വാക്കുകൾ കൊണ്ട് വേദനിപ്പിച്ചു, ഇതെല്ലാം ഇതേപോലെ അനുഭവിക്കാൻ എനിക്ക് ഭഗവാൻ ഇനി ഒരു മനുഷ്യ ശരീരം തരും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ആ ജന്മത്ത് ഞാൻ അതെല്ലാം അനുഭവിക്കും. അതെല്ലാം അനുഭവിച്ച് ദുരിതപ്പെട്ട് കഷ്ടപ്പെട്ട് എന്തിനാ ഈശ്വര എനിക്ക് ഇങ്ങനെ ഒരു ജന്മം എന്ന് ഞാൻ ചിന്തിക്കും. അവിടെ എൻ്റെ ജീവിതത്തിന്റെ അർത്ഥം സ്റ്റാർട്ട് ചെയ്യും. എന്തിനു വേണ്ടിയാണ് ഞാൻ ഈ ജന്മം സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ള ആ ഒരു അർത്ഥം. അതാണ് പറയുന്നത്. ഗീതയുടെ തുടക്കം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു. ഈ ഗീത തുടങ്ങുമ്പോഴേ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്തിനാണ് ഞാൻ ഈ ഭൂമിയിൽ ജനിച്ചത്? എന്താണ് എൻ്റെ ജന്മോദ്ദേശ്യം? ഞാൻ എന്തുകൊണ്ട് ഇത്ര ദുഃഖങ്ങൾ അനുഭവിക്കുന്നു? ഞാൻ എങ്ങനെയാണ് ഈ ദുഃഖമാകുന്ന സാഗരത്തിൽ നിന്ന് പുറത്തേക്ക് വരേണ്ടത്? ഈ 4 ചോദ്യങ്ങൾ ഒരു മനുഷ്യൻ എവിടെ ചോദിച്ചു തുടങ്ങുന്നോ അവിടെ മനുഷ്യത്വം ആരംഭിക്കുന്നു, അവിടെ അവൻ ഈശ്വരനെ തേടുന്നു. അവിടെയാണ് ഗീതയുടെ തുടക്കം വരുന്നത്. മനസ്സിലായി? ഗീത തുടങ്ങുന്നത് അവിടെയാണ്. അങ്ങനെ നമ്മൾ ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിച്ച് നമ്മൾ ഭഗവാനെ തേടുന്നിടത്ത് ഗീത തുടങ്ങുന്നു. ആ സമയം നമ്മൾ കൃഷ്ണനെ അന്വേഷിക്കുന്നു. ആ കൃഷ്ണനെ കുറിച്ചുള്ള അന്വേഷണത്തിൽ കൃഷ്ണാവബോധത്തിൽ എത്തിച്ചേരുന്നു. അങ്ങനെ എത്തിച്ചേരുന്ന നമ്മൾ പല പല നിയമങ്ങൾ അനുസരിക്കാൻ ബാധ്യസ്ഥരാകുന്നു. ആ നിയമങ്ങളിലൂടെ നമ്മൾ പോകുമ്പോൾ സാത്വികതയിലേക്ക് എത്തുന്നു. സാത്വികതയിലൂടെ പോകുമ്പോൾ കൃഷ്ണൻ അടുത്തേക്ക് വരുന്നു. കൃഷ്ണൻ അടുത്തേക്ക് വരുമ്പോൾ നമ്മൾക്ക് ഇനിയൊരു ജന്മമില്ലാതെയാവുന്നു. എന്നാൽ കൂടിയും ചിലപ്പോൾ നമ്മൾ ജനിക്കും. എങ്ങനെ? നല്ല ഒരു ഭക്ത കുടുംബത്തിൽ, ഇല്ലെങ്കിൽ നല്ലൊരു ബ്രാഹ്മൺ കുലത്തിൽ ജനിക്കും. അപ്പോഴും നമ്മൾ കൃഷ്ണനെ കൂടുതൽ അറിയുന്നു. അങ്ങനെ ജനിച്ച് എല്ലാ വിധത്തിലുള്ള കടമകളും നമ്മൾ ചെയ്തു കഴിഞ്ഞ് നമ്മൾ ഭഗവാനിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു. അപ്പോൾ നമ്മളുടെ ദുഃഖ ദുരിതങ്ങൾ അനുഭവിക്കാൻ നമ്മൾ എടുക്കുന്ന ഒരു ജഡവാഹനം, ഒരു വസ്ത്രമാണ് നമ്മുടെ ശരീരം. ഈ ശരീരത്തിന് നാശമുണ്ട്. ഈ ശരീരം വെച്ചിട്ട് ഒരു തെറ്റും നമ്മൾ ചെയ്യരുത്. ചിന്താ, വാക്ക്, പ്രവൃത്തി ഒന്നുകൊണ്ടും ഒരു തെറ്റ് ചെയ്യരുത്.
എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുക, എപ്പോഴും സമാധാനത്തോടെ ഇരിക്കുക. അറിഞ്ഞും അറിയാതെയും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അത് പോട്ടെ, സാരില്ല, ക്ഷമിക്കുക. കാരണം എന്താണെന്നറിയോ, ക്ഷമയ്ക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. ഒരു വ്യക്തി ഇപ്പോ മണിമോഹൻ എന്ന് പറയുന്ന മാതാജി എൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് എന്നെ വന്ന് വഴക്ക് പറഞ്ഞു എന്ന് കരുതാം. ഫോർ എക്സാമ്പിൾ, മാതാജി വഴക്ക് പറഞ്ഞെന്ന് കരുതാം. ഞാനിത് കേട്ടിട്ട് തിരിച്ച് 10 എണ്ണം പറഞ്ഞു കൊടുത്താൽ ഞാനും അവരും ഒരുപോലെ തെറ്റ് ചെയ്ത വ്യക്തികളായി. ആരുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിലും ഇല്ലെങ്കിലും, അവരെ ഭാഗത്തുണ്ടെങ്കിലും ശരി, എന്റെ ഭാഗത്തുണ്ടെങ്കിലും ശരി, 2 പേരും പരസ്പരം വഴക്കിട്ട് കഴിഞ്ഞാൽ എന്തായി? 2 പേരും ഒരേപോലെ തെറ്റുകാരായി. അതേസമയം ഈ മണിമോഹൻ എന്ന് പറയുന്ന മാതാജി വന്നിട്ട് എന്നെ വഴക്ക് പറഞ്ഞിട്ട് ഞാൻ തെറ്റ് ചെയ്താലും ചെയ്തില്ലെങ്കിലും അത് ഞാൻ സഹിച്ച് ക്ഷമിച്ച് അത്രയും വേദനയോടുകൂടി നിൽക്കുമ്പോൾ ഉള്ളിൽ നിന്നൊരു താപമുണ്ടാവും. മനസ്സിലായില്ലേ? ഉള്ളിൽ നിന്നൊരു താപം, മനസ്സിന്റെ ഒരു താപം. ആ താപമാണ് ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത്. നമ്മുടെ ഉള്ളുരുകുന്ന താപം, മനസ്സിലായില്ലേ? ആ ഉള്ളുരുകുന്ന താപമാണ് ഏറ്റവും വലിയ ശാപം. അല്ലാതെ നീ നശിച്ചു പോട്ടെ, നീ ആനയായി പോട്ടെ, കുതിരയായി പോട്ടെ, ഇങ്ങനൊന്നും പറഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല. കാരണം എന്താണെന്നറിയാമോ? നമ്മുടെ സത്യയുഗത്തിലാണ് ദേവന്മാരോടൊപ്പം തന്നെ ആര് നിന്നത്? മനുഷ്യർ നിന്നത്. മനുഷ്യന്റെ പലവിധമായ തെറ്റുകൾ കൊണ്ട് ആ മനുഷ്യൻ താഴേക്ക് വന്നു. അതുകൊണ്ട് തന്നെ ഇനി അവൻ പറഞ്ഞാൽ ഏൽക്കൂല. അതാദ്യം മനസ്സിലാക്കുക. ഇനി അവൻ പറഞ്ഞാൽ ഏൽക്കൂല. അതിന് മാത്രമുള്ള എന്താണ് ഭക്തിയോ അല്ലെങ്കിൽ അതിന് മാത്രമുള്ള ഭയങ്കരമായിരിക്കുന്ന കഴിവോ ഒന്നും ഒരു മനുഷ്യനിലും ഇന്നില്ല, ഒരു വ്യക്തിയിലും ഇന്നില്ല. അതാദ്യം ചിന്തിച്ചോളൂ. എല്ലാ മനുഷ്യരും പാപം ചെയ്ത് ഒന്നുമില്ലാത്തവരായി തീർന്നു. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് അതൊന്നും ഏൽക്കാൻ പോണില്ല. അതേസമയം കൃഷ്ണാവബോധത്തിൽ കൃഷ്ണനെ മാത്രം സ്നേഹിച്ച് നമ്മുടെ ജയപതാക ഗുരുമഹാരാജിനെ പോലെയൊക്കെ അത്രയും കൃഷ്ണനോടടുത്ത് എല്ലാം സഹിച്ച് ക്ഷമിച്ച് ഒരു തരത്തിലൊരു പ്രതികാരവും ഇല്ലാതെ തികഞ്ഞ വൈഷ്ണവരായിട്ട് സാത്വിക മനോഭാവം മുഴുവനായി ഉൾക്കൊണ്ട് ക്ഷമ കൈമുതലാക്കി ജീവിക്കുന്ന നമ്മുടെ ജയപതാ ഗുരു മഹാരാജിനെ പോലെയുള്ള നമ്മുടെ ഗുരുപരമ്പരയെ പോലെയുള്ള ആളുകളോട് നമ്മൾ എന്തെങ്കിലും ചെയ്താൽ, അങ്ങനെയുള്ള ആളുകളോട് എന്തെങ്കിലും ചെയ്താൽ അവരുടെ ഹൃദയത്തിൽ ഒരു താപമുണ്ടാവും. അവർ നമ്മളോട് പ്രതികരിക്കില്ല, അവർ ക്ഷമിച്ച് സഹിച്ചു നിൽക്കും. ആ താപമാണ് നമ്മുടെ ആയുസ്സിൽ കിട്ടുന്ന ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത്. അതിനെയാണ് വൈഷ്ണവ അപരാധം എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതിനെയാണ് വൈഷ്ണവ അപരാധം എന്ന് പറയുന്നത്. ആ വൈഷ്ണവ അപരാധം നമ്മൾ ഒരിക്കലും ചെയ്യരുത്. ക്ലിയർ? ഇനി നമ്മൾ എന്ത് ചെയ്യണം? ആത്മാവിനെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് ശാസ്ത്രവിധി അനുസരിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ ഗീത, ഭാഗവതം, മഹാഭാരതം പോലെയുള്ള ഗ്രന്ഥങ്ങളിലൂടെ നമ്മൾ ജീവിക്കണം. അതാണ് ശാസ്ത്രവിധി എന്ന് പറയുന്നത്. എന്നാൽ കൃഷ്ണാവബോധപരമായിരിക്കുന്ന തന്റെ സ്വാഭാവിക പ്രവർത്തനത്തിനാലാണ് ആത്മാവ് ഏർപ്പെട്ടിരിക്കുന്നതെങ്കിൽ ചെയ്യുന്നത് എന്ത് തന്നെയാലും നന്മയെ ഭവിക്കും. നമ്മൾ കൃഷ്ണാവബോധത്തിലൂടെയാണ് ജീവിക്കുന്നത് എങ്കിൽ പിന്നെന്താ, അത്രയും ക്ഷമ കിട്ടുമല്ലോ മാതാജി? ഉറപ്പായിട്ടും കിട്ടും, ഉറപ്പായിട്ടും കിട്ടും, ഒരു സംശയവും ഇല്ല. കൃഷ്ണാവബോധത്തിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നത് എങ്കിൽ നമ്മൾക്ക് എന്താണ്? നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും നന്മയായിട്ട് ഭാവിക്കും. എല്ലാ പ്രവൃത്തികളും നന്മയായിട്ട് തന്നെ ഭവിക്കും. ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നു, ത്വക്താ സ്വധർമ്മം ശരണാംബുജം ഹരേർ ഭജനാപക്വോ തപദേത് തഥോയതി യത്ര ക്വാവാ ഭദ്ര ഭൂതമുഷികം കോവാർത്ത ആപ്തോ ഭജതാം സ്വധർമ്മധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൃഷ്ണാവബോധം സ്വീകരിച്ചവൻ തനിക്ക് ശാസ്ത്രപ്രകാരം നിർവഹിക്കേണ്ട കൃത്യങ്ങൾ ചെയ്യുമോ, ഭക്തിപൂർവം സേവനം ഉചിതമായ വിധം അനുഷ്ഠിക്കുകയോ ഉണ്ടായെന്നിരിക്കട്ടെ, ഉന്നത നിലവാരത്തിൽ നിന്ന് ഏറെ താഴ്ന്നു പോയെന്നിരിക്കട്ടെ, അയാൾക്കൊന്നും നഷ്ടപ്പെടുകയോ ദോഷമുണ്ടാവുകയോ ചെയ്യുകയില്ല. എന്താണ്? കൃഷ്ണാവബോധം സ്വീകരിച്ച ഒരു വ്യക്തി, കൃഷ്ണാവബോധം സ്വീകരിച്ച ഒരാള്, ആ വ്യക്തിക്ക് ശാസ്ത്രപ്രകാരം നിർവഹിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട് അല്ലെ? നമ്മൾക്കിപ്പം കൃഷ്ണാവബോധം സ്വീകരിച്ച നമ്മൾക്കൊക്കെ കുറച്ച് കാര്യങ്ങൾ ചെയ്യണം. നമ്മുടെ നിയമം അനുസരിച്ച് കുറച്ച് കാര്യങ്ങൾ ചെയ്യണം. എന്താ അത്? നമ്മൾ ചായ കാപ്പി കുടിക്കരുത്, നമ്മൾ ഉള്ളി വെളുത്തുള്ളി സവാള കഴിക്കരുത്, നമ്മൾ മദ്യം അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും കഴിക്കരുത്, നോൺ വെജ് കഴിക്കരുത്, നമ്മൾ അസഭ്യ വാക്കുകൾ പറയരുത്, ഒരാളെയും വേദനിപ്പിക്കരുത്, എല്ലാം കൃഷ്ണനെ സമർപ്പിച്ച് സർവം കൃഷ്ണാർപ്പണമസ്തു എന്ന നാമത്തോടെ നമ്മൾ അങ്ങനെ ജീവിക്കണമെന്ന് നമുക്ക് നിയമങ്ങളുണ്ട് അല്ലെ? ആ ഒരു 10 നാമാപരാധങ്ങൾ തന്നെ നമുക്കുണ്ട്. ഈ നാമാപരാധങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുകയാണ്. അങ്ങനെ ജീവിക്കുകയാണ് എങ്കിൽ
അങ്ങനെ ജീവിക്കേണ്ട നമ്മുടെ കുറെ ശാസ്ത്രപ്രകാരം നമ്മൾ അനുസരിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഭക്തിപൂർവമായിരിക്കുന്ന സേവനം, ഇതെല്ലാം അനുസരിച്ചിട്ട് നമ്മൾ ഭക്തിപൂർവമായിരിക്കുന്ന ഒരു സേവനം നമ്മൾ അനുഷ്ഠിക്കുന്നില്ല എങ്കിൽ, ഉന്നത നിലവാരത്തിൽ നിന്ന് വളരെ ഉയർന്ന സാഹചര്യത്തിൽ നിന്ന് നമ്മൾ താഴേക്ക് പോയെങ്കിൽ കൂടിയും അയാൾക്കൊന്നും നഷ്ടപ്പെടുകയോ ദോഷം ഉണ്ടാവുകയോ ഒന്നും ചെയ്യില്ല. അയാൾക്കൊന്നും നഷ്ടപ്പെടാനും പോണില്ല. അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഒരു ദോഷവും ഉണ്ടാവില്ല. മറിച്ച് കൃഷ്ണാവബോധം ഇല്ലാത്ത ഒരു വ്യക്തിയാണ് എന്താണ്, ശാസ്ത്രവിധി അനുസരിച്ച് എല്ലാ ശുദ്ധീകരണ പ്രക്രിയകളും നിറവേറ്റിയാൽ തന്നെ എന്ത് ഫലം? അതായത് ഇത്രയും ചിന്തിക്കുക. ഈസി ആയിട്ട് പറയുകയാണെങ്കിൽ, ഒരു വ്യക്തി ഒരുപാട് പൂജകളും വഴിപാടുകളും കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. ദിവസേന കുളിച്ച് അമ്പലത്തിൽ പോകുന്നു, പൂജകള് വഴിപാടുകളൊക്കെ ചെയ്യുന്നു, ഹോമങ്ങൾ ചെയ്യുന്നു, എല്ലാം ചെയ്യുന്നുണ്ട്. എപ്പോഴും ഭഗവാനെ എന്ന് പറഞ്ഞ് ജീവിക്കുന്നു. പക്ഷേ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാത്വികമല്ല, രജോ തമോ ഗുണങ്ങളാണെങ്കിൽ ഒരാളുടെ കഷ്ടപ്പാട് കാണുന്നില്ല, വിഷമം കാണുന്നില്ല. കൃഷ്ണനെ വീട്ടിൽ വെച്ച് ആരാധിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ഗീത വായിക്കുന്നു, ഭാഗവതം വായിക്കുന്നു, എല്ലാം ഉണ്ട്. പക്ഷേ സ്വഭാവം സാത്വിക സ്വഭാവമല്ല, രജോ തമോ ഗുണമാണ്. മറ്റൊരാൾ നശിച്ചു പോട്ടെ, അല്ലെങ്കിൽ മറ്റൊരാളെ വേദനിപ്പിക്കുക, ആ രീതിയിൽ പെരുമാറുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയിൽ കൃഷ്ണാവബോധം ഉദിച്ചിട്ടില്ല എന്ന് തന്നെ പറയണം. മനസ്സിലായില്ലേ? കൃഷ്ണാവബോധം ആ വ്യക്തിയിൽ ഉദിച്ചിട്ടില്ല. കൃഷ്ണാവബോധം ഉദിച്ച വ്യക്തി, ശാസ്ത്രപ്രകാരം കൃഷ്ണാവബോധം അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന വ്യക്തി എത്ര താഴേക്ക് പോയാലും ശരി, ആ വ്യക്തി ഒരാളെയും വേദനിപ്പിക്കില്ല, ഒരാളെ അപമാനിക്കില്ല, ഒരാളെയും സങ്കടപ്പെടുത്തില്ല, ഒരാളെ കുറിച്ചൊന്നും പറയില്ല, ഒരാൾക്കും ദ്രോഹമാവില്ല. അവരെല്ലാം സഹിച്ചു ക്ഷമിച്ച ഒരു ഭാഗത്തിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? നിയമം കയ്യിലെടുക്കാൻ അവർ പോവില്ല. അതേസമയം കൃഷ്ണാവബോധം ഇല്ലാത്ത ഒരാളാണെങ്കിൽ അവരെപ്പം നോക്കിയാലും ഭക്തിയുണ്ട്, ഭഗവാനെ അറിയാം, കുറെ കാര്യങ്ങൾ അറിയാം, പ്രവൃത്തി മറ്റൊന്നാണ്. അങ്ങനെയുള്ള വ്യക്തികൾ എന്തായാലും നശിച്ചു പോവും, ഉറപ്പായിട്ടും നശിച്ചു പോവും. കൃഷ്ണാവബോധം ഉള്ള ഒരു വ്യക്തിയാണെങ്കിലോ അവര് ഒന്നും ചെയ്തില്ലെങ്കിലും അവർ നശിക്കില്ല. കാരണം എന്താ? അവരാർക്കും ഒരു ശല്യമാവില്ല, അവരാർക്കും ഒരു തടസ്സമാവില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കൃഷ്ണാവബോധത്തിൽ ഈ നിലയിൽ എത്തുന്നതിന് ശുദ്ധീകരണ പ്രക്രിയകൾ ആവശ്യമാണ്, അല്ലെ? കൃഷ്ണാവബോധത്തിലേക്കുള്ള നല്ലൊരു നിലയിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ നമുക്ക് ശുദ്ധീകരണ പ്രക്രിയ ഭയങ്കരമായിട്ട് വേണം. എന്താണ് ഈ ശുദ്ധീകരണ പ്രക്രിയ? നോൺ വെജ്, ഉള്ളി, വെളുത്തുള്ളി, ചായ, കാപ്പി എല്ലാം സ്റ്റോപ്പ് ചെയ്ത് 16 മാലയൊക്കെ ജപിച്ച് ഭഗവാന് നിവേദ്യം വെച്ച് ആ പ്രസാദം കഴിച്ച് ഏകാദശി പോലെയുള്ള വ്രതങ്ങൾ എടുത്ത് ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? ശുദ്ധീകരണ പ്രക്രിയയിലേക്ക് നമ്മൾ പോകണം. മനസ്സിലാവുന്നുണ്ടോ? ശുദ്ധീകരണ പ്രക്രിയ ഇല്ല എങ്കിൽ നമ്മൾ ഒരിക്കലും ഭഗവാനിലേക്ക് എത്തില്ല. ഒരു വീട്ടിൽ നമ്മൾ കയറി താമസിക്കണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? ആ വീട് ക്ലീൻ ചെയ്യണം, വേണ്ടേ? ആ വീട് നമ്മൾ വൃത്തിയിൽ ക്ലീൻ ചെയ്ത് അടിച്ചുവാരി തുടച്ച് വൃത്തിയാക്കിയിട്ടേ നമ്മൾ അവിടെ കയറി താമസിക്കും. ഒരു ശുദ്ധീകരണ പ്രക്രിയ അവിടെ നടത്തും. ക്ലിയർ? അല്ലാതെ നമ്മൾ ചാടിക്കേറി കുറെ ചപ്പും ചവറും കൂനും കൂനായ്മയും ഒക്കെ ഉള്ള വീട്ടിൽ കയറി നമ്മൾ താമസിക്കോ? താമസിക്കില്ല. നമ്മൾ അങ്ങനെ ഒരിക്കലും ജീവിക്കാൻ നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല. ശുദ്ധീകരണ പ്രക്രിയ നടക്കാത്തിടത്ത് നമ്മൾ ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ നമ്മൾ ഒരിക്കലും അങ്ങനെ ഒരു സ്ഥലത്ത് ജീവിക്കാൻ നമ്മൾ ഇഷ്ടപ്പെടില്ല. അപ്പൊ ഏതൊരു കാര്യത്തിലും ശുദ്ധീകരണ പ്രക്രിയ എങ്ങനെയാണോ ആവശ്യമായിരിക്കുന്നത്, ഇന്നലെ രാത്രി കഴിച്ച പ്ലേറ്റിൽ അതേപോലെ തന്നെ എടുത്ത് ആ പ്ലേറ്റിൽ അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കില്ല, അല്ലെ? നമ്മൾ ആ പ്ലേറ്റ് കഴുകി ക്ലീൻ ചെയ്ത് വെയിലത്ത് വെച്ച് ഉണക്കിയതിന് ശേഷമാണ് നമ്മൾ അതിൽ ഭക്ഷണം കഴിക്കുന്നത്, തുടച്ചതിന് ശേഷം, അല്ലെ? അപ്പൊ ഇതേപോലെയാണ് ജീവിതത്തിലും നമ്മൾ ശുദ്ധീകരണ പ്രക്രിയ ചെയ്തിട്ട് വേണം കൃഷ്ണാവബോധത്തിലേക്ക് പോകാൻ. അല്ലാതെ ഞാൻ കൃഷ്ണനെ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരിക്കലും ശുദ്ധീകരണ പ്രക്രിയയിലേക്ക് പോകരുത്. ഉള്ളി വെളുത്തുള്ളി എന്തുകൊണ്ടാണ് കഴിക്കാത്തതെന്ന് ഞാൻ ഒരുപാട് ക്ലാസ്സിൽ പറഞ്ഞു, വീണ്ടും പറഞ്ഞുതരാം മാതാജി, ഒരു കുഴപ്പമില്ല. ഉള്ളി വെളുത്തുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലാഴി മദന സമയത്ത് രാഹുവിന്റെ രക്തമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. മനസ്സിലായില്ല? അത് രക്തമാണ്. ആ രാഹുവിന്റെ രക്തമാകുന്ന ഉള്ളിയും വെളുത്തുള്ളിയും നമ്മൾ എങ്ങനെ തൊട്ടാലും നമ്മുടെ കയ്യിൽ ഒരു സ്മെല്ലാണ്. വേറെ ഏത് പച്ചക്കറി തൊട്ടാലും ഇത്രയും മണമില്ല. ക്ലിയർ? പിന്നെ അത് യൂസ് ചെയ്യുന്നത് മുഴുവൻ നോൺ വെജിലാണ്. വെജിറ്റേറിയനിൽ അത്രയ്ക്ക് നമുക്ക് ഉള്ളിയും വെളുത്തുള്ളിയും ഒന്നും ആവശ്യമില്ല. ഇനി അതില്ലാതെ തന്നെ നമുക്ക് മുന്നോട്ട് പോകാനും പറ്റും. ഓക്കെ? ഈ ഉള്ളിയും വെളുത്തുള്ളിയും സവാളയും കഴിക്കുന്നത് എവിടെയാണ് ബാധിക്കുക എന്ന് വെച്ചാൽ നമ്മുടെ ബോധത്തെയാണ് ബാധിക്കുന്നത്. നമ്മുടെ ബോധത്തെ വന്ന് വേഗം രജോ തമോ ഗുണങ്ങളിലേക്ക് കൊണ്ടുപോകും. നമുക്ക് വേണ്ടത് സാത്വികമായിരിക്കുന്ന ഒരു ഭക്ഷണമാണ്. അപ്പം സാത്വിക ഗുണമാവണമെങ്കിൽ ഉള്ളിയും വെളുത്തുള്ളിയും സവാളയും കഴിക്കരുത്. അതിൽ രജോ തമോ ഗുണങ്ങളുടെ ആ റേഞ്ച് കൂടുതലാണ്, ഗ്രാഫ് കൂടുതലാണ്. മനസ്സിലായോ? ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞൊരു വീഡിയോ നമ്മുടെ പേജിൽ കിടപ്പുണ്ട് കേട്ടോ.
അങ്ങനെ സന്യാസം ഉൾപ്പെടെയുള്ള ശുദ്ധീകരണ ചടങ്ങുകളെല്ലാം കൃഷ്ണാവബോധം ഉണ്ടാക്കുന്ന അന്തിമ ലക്ഷ്യം പോകുവാൻ സഹായിക്കുന്നതേയുള്ളൂ. നമുക്ക് സന്യാസം വരെ ആണെങ്കിൽ കൂടിയും കൃഷ്ണാവബോധത്തിലേക്ക് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. കൃഷ്ണാവബോധത്തിലേക്ക് മുന്നോട്ട് പോയാൽ മാത്രമേ നമ്മൾക്ക് ഈ ജീവിതത്തിൽ ഒരു മനസമാധാനം കിട്ടൂ. കൃഷ്ണാവബോധമില്ലാത്ത പക്ഷം ഏതൊന്നും പരാജയം തന്നെ. കൃഷ്ണാവബോധമില്ലേ, നമ്മുടെ ജീവിതം പരാജയപ്പെട്ടു പോവും, ഉറപ്പായിട്ടും പരാജയപ്പെട്ടു പോവും. നമ്മൾ ജീവിക്കണമെങ്കിൽ കൃഷ്ണാവബോധത്തിൽ ജീവിക്കണം. വെറുതെ കൃഷ്ണാവബോധത്തിൽ ജീവിച്ചിട്ടും കാര്യമില്ല. എങ്ങനെ ജീവിക്കണം? ക്ലാസ് എടുക്കുന്നു. എങ്ങനെ ജീവിക്കണം? ഭഗവാനെ അറിഞ്ഞ് സാത്വിക മനോഭാവത്തോടെ സാത്വിക ഭക്ഷണം കഴിച്ച് നമ്മൾ ജീവിക്കണം. അല്ലാതെ ഇവിടെ വളരെ ഇമ്പോർട്ടന്റ് ആണ് സാത്വിക മനോഭാവം. അല്ലാണ്ട് നമ്മൾ ഭഗവാനെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് കുറെ ഗീത വായിച്ച് കുറെ ഭഗവാന്റെ പാദത്തിൽ പൂ വെച്ച് എന്താ പറയാ ചൊവ്വയും വെള്ളിയും വ്യാഴവും ബുധനൊന്നും നോൺ വെജ് കഴിക്കാതെ അങ്ങനെ ജീവിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല. എല്ലാ പൂജയും വഴിപാടും കഴിഞ്ഞ് തിരിഞ്ഞു നിന്ന് അവരെ കുറ്റവും പറഞ്ഞ് ഇവരെ കുറ്റവും പറഞ്ഞ് അവരെയും നശിപ്പിച്ച് ഇവരെയും നശിപ്പിച്ച് അങ്ങനെ ജീവിക്കുന്നത് കൃഷ്ണാവബോധമേ അല്ല. അത് കൃഷ്ണാവബോധാണെന്ന് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. ജീവിക്കുന്നുണ്ടെങ്കിൽ അന്തസ്സായിട്ട് കൃത്യമായിട്ട് കൃഷ്ണാവബോധത്തോടെ ജീവിക്കുക. കൃഷ്ണാവബോധത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി ആരെക്കുറിച്ചും ഒന്നും പറയില്ല, ആരെക്കുറിച്ചും ഒന്നും പറയില്ല, ഒന്നും ചെയ്യില്ല, ഒന്നിലും തലവെക്കില്ല. മനസ്സിലായില്ലേ? ഒന്നിലും തലവെക്കില്ല. നമ്മളായി ഭഗവാനായി സർവം കൃഷ്ണാർപ്പണമസ്തു. ആ രീതിയിൽ മുന്നോട്ട് പോകും. ആ ജീവിതം എന്താണ്? വിജയത്തിലേക്ക് എത്തിച്ചേരും. ഇന്നല്ലെങ്കിൽ നാളെ സാക്ഷാൽ ഗുരുവായൂരപ്പൻ അത് വിജയിപ്പിക്കും. അതല്ല മറിച്ചാണെങ്കിൽ എത്ര ഭഗവാൻ ആരാധിച്ചിട്ടും എത്രത്തോളം ഭഗവാനെ ചേർത്ത് പിടിച്ചിട്ടും കാര്യമില്ല, ജീവിതം പരാജയപ്പെട്ടു പോകും. ഓക്കെ, ഇനി 6ാമത്തെ ശ്ലോകമാണ്. കർമ്മേന്ദ്രിയാണി സംയയ ആസ്തേ മനസാ സ്മരൻ ഇന്ദ്രിയാർത്ഥാൻ വിമൂഢാത്മാ മിഥ്യാചാരാസ ഉച്യദേഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കർമ്മേന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചാലും ശരി, വിഷയങ്ങളിൽ നിന്ന് മനസ്സിനെ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നവൻ സ്വയം ഭ്രമിപ്പിക്കുകയാണ്. അല്ലെ? കപട നാട്യക്കാരൻ എന്നാണ് അയാളെ പറയേണ്ടത്. അതായത് കർമ്മേന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചിട്ട്, നമ്മുടെ കർമ്മങ്ങളെ നിയന്ത്രിച്ച്, നമ്മുടെ ഇന്ദ്രിയങ്ങളെയൊക്കെ നിയന്ത്രിച്ചിട്ട് വിഷയങ്ങളെ മനസ്സിൽ കൊണ്ടുനടക്കാണ്. നോക്കുന്ന സമയത്ത് ഞാനിപ്പോ ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറയണം, എനിക്ക് അത് വേണ്ട, എനിക്ക് ഇത് വേണ്ട എന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ നമ്മൾ ഒരാളെ കാണുന്ന സമയത്ത് ആ വ്യക്തി ഫുൾ കാവിയൊക്കെ ഇട്ട് ഫുൾ ഇങ്ങനെ നമ്മുടെ രുദ്രാക്ഷമൊക്കെ ധരിച്ച് എനിക്കിതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ജീവിക്കുന്നത് AC റൂമിലായിരിക്കും, യാത്ര ചെയ്യുന്നത് ബെൻസിലോ ഓടിയിലൊക്കെ ആയിരിക്കും. അങ്ങനെയുള്ള കുറെ ആൾക്കാരുണ്ട് അല്ലെ? ഏതോ ഒരു വലിയൊരു സ്വാമി ഉണ്ടല്ലോ, അദ്ദേഹം സ്വന്തമായിട്ട് ദ്വീപ് തന്നെ വാങ്ങി വെച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പേരിൽ. അങ്ങനെയുണ്ട്. അപ്പം അങ്ങനെയുള്ള കുറേ ആൾക്കാരുണ്ട്. അവര് പറയുമ്പോൾ അവരാരാണ്? വലിയ യോഗി ശ്രേഷ്ഠന്മാരെ പോലെയാണ് കാണുന്നവർക്ക് ജീവിതം. പക്ഷെ എല്ലാ സുഖ സൗകര്യങ്ങളിലും അവർ ജീവിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള വ്യക്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്താണെന്നറിയോ? കപടനാട്യക്കാരൻ എന്നാണ് അവരെ പറയേണ്ടത് എന്നാണ് ഗീതയിൽ പറയുന്നത്. കർമ്മേന്ദ്രിയങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്നുണ്ട്, വിഷയങ്ങളിൽ മനസ്സിനെ വ്യാപരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് വിഷയസുഖം വേണം. അവർ പറയുമ്പോൾ അവരുടെ കർമ്മത്തെയും അവരുടെ ഇന്ദ്രിയത്തെയും എല്ലാം അവർ നിയന്ത്രിക്കുന്നുണ്ട്. പക്ഷെ വിഷയസുഖങ്ങൾ മുൻപന്തിയിലാണ്. ലോകത്തിലിരിക്കുന്ന എല്ലാ സുഖങ്ങളും അവർക്ക് വേണം, ഒരു സംശയവും ഇല്ല. എല്ലാം അവർക്ക് ആവശ്യമുണ്ട്. പക്ഷെ അവര് പറയുന്ന സമയത്ത് കർമ്മേന്ദ്രിയ, ഇപ്പം നമ്മളൊന്നും കർമ്മേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ പഠിച്ചിട്ടില്ല. ഈവൻ എനിക്കറിഞ്ഞൂടാ, ഞാൻ പഠിച്ചിട്ടില്ല. ഉള്ള കാര്യം പറയുന്നതിന് എന്താ? നമുക്കിപ്പോഴും ആവശ്യങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ, ഇല്ലേ? ഒരുപാട് ആവശ്യങ്ങളുണ്ട്, ആഗ്രഹങ്ങളും ഉണ്ട്. നമ്മളെ കൊണ്ട് അങ്ങനെ കർമ്മേന്ദ്രിയങ്ങളെ ഒന്നും പൂർണ്ണമായി നിയന്ത്രിക്കാൻ നമ്മളെ കൊണ്ട് സാധിച്ചിട്ടില്ല. അപ്പൊ നമ്മളത് പറയാനും നിൽക്കരുത്. നമുക്ക് ആഗ്രഹമുണ്ട്, ആവശ്യങ്ങളുണ്ട്, നമ്മൾ അതിങ്ങനെ കുറച്ച് വരികയാണ്. നമ്മൾ അതിനുവേണ്ടി ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ചില വ്യക്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്താ പറയാ? ഒന്നും വേണ്ട. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ നമ്മളെക്കാൾ ഉയർന്ന സുഖത്തിലാണ് അവർ ജീവിക്കുന്നത്. അപ്പൊ അവർ വിഷയ സുഖങ്ങളിൽ അവർ ജീവിക്കുകയാണ്. അവർക്ക് എപ്പോഴും ആവശ്യങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെയുള്ളവരെ ഗീതയിൽ പറയുന്നു കപടനാട്യക്കാരൻ എന്നാണ് അങ്ങനെയുള്ള വ്യക്തികളെ പറയേണ്ടത് എന്ന്. കൃഷ്ണാവബോധത്തിൽ പ്രവർത്തിക്കുവാൻ കൂട്ടാക്കാത്ത ചില കപടനാട്യക്കാരുണ്ട്. കൃഷ്ണനോ? ഞങ്ങള് കൃഷ്ണനെ ഒന്നല്ല ആരാധിക്കുന്നത്, ഞങ്ങൾ വേറെയാണ് ആരാധിക്കുന്നത്. കൃഷ്ണനെ ആരാധിക്കാൻ അവർക്ക് താല്പര്യമില്ല. അവർ ധ്യാനം അഭിനയിക്കുകയാണ് ചെയ്യുക. അവരിങ്ങനെ ധ്യാനിച്ചിരിക്കുന്നത് പോലെ ധ്യാനം അഭിനയിക്കും. മനസ്സാ ഇന്ദ്രിയ സുഖങ്ങളിൽ മുഴുകും. എന്നിട്ടോ മനസ്സുകൊണ്ട് അവർക്ക് ഉറങ്ങണം, അവർക്ക് നല്ല ഭക്ഷണം കഴിക്കണം, അവർക്ക് വേറെ പല പല കാര്യങ്ങൾ, പല പല ആഗ്രഹങ്ങൾ, പല പല ആവശ്യങ്ങൾ, ഇതൊക്കെ അവരുടെ ഉള്ളിലുണ്ടാവും. എന്നാൽ പുറമേന്ന് കാണുന്ന നമ്മളോ, അയ്യോ അവർ സമാധിയിലാണ്, ഭയങ്കര സമാധി, ആന കുത്തിയാൽ അവർ എഴുന്നേക്കൂല.
അരിക്കൊമ്പം വന്ന് കുത്തിയാലും അവർക്ക് ആ സമാധി വിട്ടുണരാൻ പറ്റില്ല. പക്ഷെ സമാധി വിട്ടുണർന്നാലോ അവർക്കെല്ലാം വേണം. നല്ല ഭക്ഷണം വേണം, AC റൂം വേണം, യാത്ര ചെയ്യാൻ ഹൈഫൈ കാർ വേണം, എല്ലാ സുഖങ്ങളും അവർക്ക് വേണം. അതില്ലെങ്കിൽ പ്രശ്നങ്ങളുമാണ്. എന്നിട്ട് അവരുടെ ഭാഗം ക്ലിയർ ആണ്. ഇങ്ങനെയുള്ള എന്താ പറയാ ഇന്ദ്രിയ സുഖങ്ങളിൽ മുഴുകുന്ന ആൾക്കാരും നമ്മുടെ ഈ ലോകത്തുണ്ട്. അഭ്യസ്ത വിദ്യരായിരിക്കുന്ന അനുയായികളെ ബോക്ഷിക്ക് പറഞ്ഞ് കബളിപ്പിക്കാനായി ഇവർ ശുഷ്കമായിരിക്കുന്ന തത്വജ്ഞാനം പറഞ്ഞ് നടക്കും. അപ്പം വിവരമില്ലാത്ത കുറേ പാവപ്പെട്ട അഭ്യസ്ത വിദ്യരായിരിക്കുന്ന ആളുകളോട് ഇവർ ഭയങ്കരമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും പറയാം. നിങ്ങൾ അങ്ങനെയായിരിക്കണം, ഇങ്ങനെയായിരിക്കണം, അതായിരിക്കണം, ഇതായിരിക്കണം എന്ന്. പക്ഷെ ഇവരുടെ ജീവിതത്തിലേക്ക് നമ്മൾ ഇറങ്ങി നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ ജീവിതത്തിൽ ഇവരനുഭവിക്കാത്ത സുഖങ്ങളൊന്നും ഉണ്ടാവില്ല. എല്ലാ സുഖങ്ങളും ഉണ്ടാവും. പക്ഷെ നമ്മളാണെങ്കിലോ അത് വേണ്ട, ഇത് വേണ്ട, അത് വേണ്ട, ഇത് വേണ്ട, ഉള്ളിയും വെളുത്തുള്ളിയും കഴിക്കരുത്, സവാള കഴിക്കരുത്, നോൺ വെജ് കഴിക്കരുത് എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ എല്ലാം ഉപേക്ഷിച്ച് നിൽക്കും. പക്ഷെ നമ്മളെ നിയന്ത്രിക്കുന്ന ആളോ എല്ലാം സുഖമായി യൂസ് ചെയ്യുന്നുണ്ടാവും. ഇങ്ങനെയുള്ള ആളുകളും ഉണ്ട്. ഇത്തരക്കാർ അറുവഞ്ചകരാണെന്നാണ് ഈ ഇതിൽ പറയുന്നത്, ശ്ലോകത്തിൽ പറയുന്നത്. ഇങ്ങനെയുള്ളവര് അറുവഞ്ചകർ അല്ലെ, അല്ലാതെ അവര് ഒരിക്കലും കൃഷ്ണാവബോധം പറഞ്ഞിട്ട് കാര്യമില്ല. അവർ അറുവഞ്ചകരാണെന്നാണ് പറയുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ വിഷയസുഖങ്ങളിൽ നിന്നൊന്നും പുറത്തു വന്നിട്ടില്ല. ഞാനൊന്നും ഇതുവരെ വിഷയസുഖങ്ങളിൽ നിന്ന് പുറത്തു വന്നിട്ടില്ല. ഉള്ള കാര്യം ഇത്രയും ജയ് ഗുരുദേവ് ഗീത വായിക്കുന്നു. ഇപ്പോഴും എനിക്ക് ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഇഷ്ടം പോലെയുണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ ഈ ഭൗതിക ലോകത്ത് ജീവിക്കുന്നവരാണ് അല്ലെ, ഭൗതിക ലോകത്ത് തന്നെ ജീവിക്കുന്നവരാണ്. അപ്പൊ നമുക്ക് ആവശ്യങ്ങളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്, അത്യാവശ്യങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. ഇതൊന്നുമില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ ആ വ്യക്തികൾ എന്താണ്, എല്ലാ സുഖ സൗകര്യങ്ങളിലാണ് അവർ ജീവിക്കുന്നത്. കാണുമ്പോൾ നമ്മൾ വിചാരിക്കുക അവരെന്തോ വലിയ സംഭവ ബഹുലമായ ആൾക്കാരാണെന്ന്. പക്ഷെ അവരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അറിയാം അവരനുഭവിക്കാത്ത സുഖങ്ങളൊന്നുമില്ല. അവർക്ക് കയ്യും കഴുകിയിരുന്നാൽ മതി, എല്ലാം അവരുടെ അടുത്തുണ്ട്. നമ്മളാണെങ്കിലോ ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ ചോറുണ്ടാക്കണം, കറി ഉണ്ടാക്കണം, അത് വാങ്ങണം, ഇത് വാങ്ങണം, ആ ലോൺ അടയ്ക്കണം, കറണ്ട് ബില്ല് അടയ്ക്കണം, വാടക കൊടുക്കണം, പല പല ടെൻഷനിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇതൊക്കെ ശരിയായി കിട്ടണം എന്നുള്ള ആഗ്രഹത്തിലാണ് നമ്മൾ ഈ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ വിഷയസുഖങ്ങളിൽ നിന്ന് നമ്മൾ ആരും പുറത്തു വന്നിട്ടില്ല. പക്ഷെ ഇങ്ങനെയുള്ളവരോ ഒന്നുമില്ലെങ്കിലും ഞാനിങ്ങനെ. പക്ഷെ അവർ ജീവിക്കുന്ന സുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സുഖമാണ്. അത് അഭ്യസ്ത വിദ്യരായിരിക്കുന്ന ആരും മനസ്സിലാക്കുന്നില്ല. അടുത്തറിഞ്ഞാലേ മനസ്സിലാവത്തുള്ളൂ. അപ്പോഴേക്കും സമയമേറെ വൈകിട്ടുണ്ടാവും. അങ്ങനെ എന്താ പറയുന്നത്, തന്റെ സ്ഥിതിക്കനുസരിച്ചുള്ള നിബന്ധനകൾ അംഗീകരിച്ചുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നതെങ്കിൽ ക്രമേണ ജീവിത ശുദ്ധി നേടാം. ഇപ്പൊ നമ്മൾ കുറച്ച് കുടുംബിനികളായിരിക്കുന്ന അല്ലെങ്കിൽ കുടുംബത്തിലിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർ എന്താ ചെയ്യുക, നമ്മളുടെ കഴിവിന്റെ പരമാവധിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നിബന്ധനകൾ അംഗീകരിക്കുന്നത് അല്ലെ. ഇപ്പം 10 നാമാപരാധങ്ങളും കാര്യങ്ങളൊന്നും നമുക്ക് പൂർണ്ണമായിട്ട് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരൂല. ഇപ്പൊ എന്താണ്, നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ ഹസ്ബൻഡ് അവര് നോൺ വെജ് കഴിക്കുന്ന ഒരാളാണ്. നമ്മൾക്കാണെങ്കിൽ നോൺ വെജ് വേണ്ട, കൃഷ്ണാവബോധത്തിലേക്ക് വന്നു. നമുക്ക് ഒരു തരത്തിലും എന്ത് ചെയ്യാൻ പറ്റില്ല, അവരെ ഞാൻ കഴിക്കില്ല നിങ്ങളും കഴിക്കരുത് എന്ന് പറഞ്ഞ് വിലക്കാൻ നമുക്ക് പറ്റൂല. അവര് ആ കൃഷ്ണാവബോധത്തിൽ വരാത്തോണ്ട് അവരങ്ങനെയാണ്. എന്ത് ചെയ്യാൻ പറ്റും, അവരങ്ങനെയാണ്. അപ്പൊ നമ്മൾ അത് ഉണ്ടാക്കി കൊടുത്തിട്ടില്ലെങ്കിൽ അവിടെ കുടുംബ പ്രശ്നങ്ങൾ തുടങ്ങും അല്ലെ. നീ ഏതോ ഒരു പെണ്ണിന്റെ ക്ലാസ്സും കേട്ടോണ്ട് ചുമ്മാ ഇരുന്ന് ഈ അത് ഉണ്ടാക്കില്ല, എനിക്ക് മീൻ വേണം, എന്റെ മക്കൾക്ക് മീൻ വേണം എന്ന് പറയും. അതുണ്ടാക്കി തന്നേ പറ്റൂ. ഇനി അത് ഉണ്ടാക്കാനല്ലേ പിന്നെ നിന്നെ എന്തോത്തിനെ അവിടെ കെട്ടിക്കൊണ്ട് വന്നെന്ന് ചോദിക്കും അല്ലെ. അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മള് ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട്, ഭഗവാനെ ഞാൻ ഈ ഭൗതിക ലോകത്താണ് ജീവിക്കുന്നത്, എനിക്ക് കുടുംബവും വേണം അങ്ങും വേണം, കാരണം ഞാൻ കുടുംബസ്ഥയാണ്, എൻ്റെ ധർമ്മമാണ് എന്തെന്ന് പറയുന്നത്, കൃഷ്ണ എൻ്റെ ധർമ്മമാണ് എൻ്റെ കുടുംബത്തെ സംരക്ഷിക്കുക എന്ന് പറയുന്നത്. ആ ധാർമ്മികത എനിക്ക് നിലനിർത്താൻ വേണ്ടി അങ്ങെനിക്ക് മനസ്സിന് ശാന്തി തന്നാലും സമാധാനം തന്നാലും ഞാൻ ഈ ചെയ്യുന്ന പാപം എനിക്ക് എന്നേക്കുമായിട്ട് ഇല്ലാതാക്കാനുള്ള അനുഗ്രഹം അവിടുന്ന് തന്നാലും എന്നും പറഞ്ഞുകൊണ്ട് ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ചുകൊണ്ട് നമ്മൾ അത് കുക്ക് ചെയ്യുക. അല്ലാണ്ട് വേറെ നിവർത്തിയില്ല നമ്മുടെ മുമ്പില്. സാഹചര്യത്തെ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണം, നമ്മള് എന്താ പറയുന്നത്, തന്റെ സ്ഥിതിക്കുള്ള നിബന്ധനകൾ അംഗീകരിച്ചുകൊണ്ട് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നതെങ്കിൽ അവർ ജീവിത ശുദ്ധി നേടും. നമ്മുടെ അവസ്ഥ അതാണ്. ആ അവസ്ഥ അംഗീകരിച്ചുകൊണ്ട് നമ്മൾ കഴിക്കുന്നില്ല, ഉണ്ടാക്കുന്നതിൽ വേദനയുമുണ്ട് എന്ന് മനസ്സിലാക്കി ചിന്തിച്ച് ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ച് ഭഗവാന്റെ തൃപ്പാദങ്ങൾ പിടിച്ച് നമ്മൾക്ക് അതുണ്ടാക്കാനുള്ള സാഹചര്യം ഇനി നമ്മുടെ വീട്ടിൽ ഉണ്ടാവാതിരിക്കട്ടെ കൃഷ്ണാന്ന് അദ്ദേഹത്തിനോട് ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളത് ചെയ്യുകയാണെങ്കിൽ എന്താണ്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശുദ്ധി നേടും. ഓട്ടോമാറ്റിക്കലി നമ്മുടെ വീട്ടിലുള്ളവര് വെജിറ്റേറിയനിലേക്ക് മാറും.
മനസ്സിലാവുന്നില്ലേ? ഓട്ടോമാറ്റിക്കലി മാറും. അതിലുള്ള അനുഗ്രഹം ഭഗവാൻ കൊടുക്കും. കാരണം ആ രീതിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ആ ഭക്തന്റെ ഹൃദയത്തിന്റെ പ്രാർത്ഥന കേൾക്കാതിരിക്കില്ല കൃഷ്ണൻ. ഉറപ്പായിട്ടും കൃഷ്ണൻ കേൾക്കും. 100% കൃഷ്ണൻ കേട്ടുകൊണ്ടിരിക്കും. എന്നാൽ യോഗി എന്ന് നടിച്ചിട്ട് വാസ്തവത്തിൽ വിഷയസുഖങ്ങളെ അന്വേഷിക്കുകയും ചെയ്യുന്നത് കടുത്ത വഞ്ചനയാണ്. എന്നാല് ഞാൻ യോഗിയാണെന്നും പറഞ്ഞ് നടന്നിട്ട് വിഷയസുഖങ്ങളിൽ, ഭൗതിക സുഖങ്ങളിൽ മനസ്സ് കൊണ്ടുപോയി വെച്ച് അതിൽ സുഖമായി ജീവിക്കുന്നത് കടുത്ത വഞ്ചനയാണ്. ഒരിക്കലും ഭഗവാൻ അത് ക്ഷമിക്കില്ല എന്നാ പറയുന്നത്. യോഗി എന്നും പറഞ്ഞ് പുറമെ വേഷം കെട്ടി നടന്നിട്ട് വിഷയസുഖങ്ങളിൽ പോയി തലവെച്ച് കൊടുത്ത് ജീവിക്കുന്നത് കടുത്ത വഞ്ചനയാണെന്നാണ് ഭഗവാൻ പറയുന്നത്. ചിലപ്പോൾ തത്വജ്ഞാനത്തെ പറ്റി പ്രസംഗിക്കുന്നത് കൊണ്ട് മാത്രം അയാൾ യോഗിയാണെന്ന് കരുതിക്കൂടാ. നമ്മൾ മനസ്സിലാക്കണം, ഒരാള് തത്വജ്ഞാനം പറയുമ്പോൾ അതുകൊണ്ട് മാത്രം അയാൾ യോഗിയാണെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. യോഗിയാവാൻ ഒരുപാട് സാഹചര്യങ്ങളുണ്ട്, ഒരുപാട് നിബന്ധനകളുണ്ട്. അവരുടെ ജീവിത രീതി തന്നെ ഒരു പ്രത്യേക തരമായിരിക്കണം. അയാളുടെ അറിവ് കൊണ്ടും ഫലമില്ല. അങ്ങനെ പറയുന്ന വ്യക്തിക്ക് എത്രത്തോളം അറിവുണ്ടായിട്ടും കാര്യമില്ല. കാരണം അത്രയും പാപിയായ ഒരാളുടെ അറിവിന്റെ ഫലങ്ങൾ ഭഗവാന്റെ മായാശക്തിയാൽ നഷ്ടപ്പെട്ടു പോകുന്നു എന്നാ പറയുന്നത്. അപ്പൊ അങ്ങനെ യോഗിയാണെന്നും പറഞ്ഞിട്ട് ഭഗവാന്റെ കാര്യവും പറഞ്ഞിരുന്നിട്ട് വിഷയസുഖങ്ങളിലാണ് ആ വ്യക്തി ജീവിക്കുന്നത് എങ്കിൽ എന്താ സംഭവിക്കുന്നത്? അദ്ദേഹം വലിയ കടുത്ത പാപിയായിത്തീരുന്നു. ഒപ്പം തന്നെ അയാളുടെ അറിവ് കൊണ്ട് ഒരു ഫലവും ഇല്ല. കാരണം അത്രയും പാപിയായിരിക്കുന്ന ഒരാളുടെ അറിവ്, അങ്ങനെ ജീവിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് ഭയങ്കര പാപിയാണ്. അയാളുടെ അറിവിന്റെ ഫലങ്ങള് ഭഗവാന്റെ മായാശക്തി കൊണ്ട് നഷ്ടപ്പെട്ടു പോവാണ്. മനസ്സിലായില്ലേ? ഭഗവാന്റെ മായാശക്തി കൊണ്ട് ആ അറിവ് നഷ്ടപ്പെട്ടു പോകും. ക്രമേണ അത് നഷ്ടപ്പെട്ടു പോകുന്നാ പറയുന്നത്. അറ്റൻഡ് പണുങ്ക ക്ലാസ്സിലിരിക്കുന്ന சொல்ல നഷ്ടപ്പെട്ടു. അത്തരം ഒരു വഞ്ചകന്റെ മനസ്സ് എപ്പോഴും മലിനമായതുകൊണ്ട് അയാളുടെ യോഗാഭിനയങ്ങൾക്കും വിലയില്ല. അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ മനസ്സ് എപ്പോഴും മലിനമാണ്. മനസ്സിലായില്ലേ? ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് അദ്ദേഹം ദേഷ്യപ്പെടും. അങ്ങനെയുള്ളവർ ദേഷ്യപ്പെടും, ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കും, ആരും ചേർന്ന് നിൽക്കില്ല, എപ്പോഴും എന്തെങ്കിലും ഇഷ്യൂസ് വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികൾ അയാളുടെ ധ്യാന യോഗാഭിനയങ്ങൾക്ക് തന്നെ വിലയില്ല എന്നാ പറയുന്നത്. അങ്ങനെയുള്ള വ്യക്തികളുടെ ധ്യാനത്തിനും യോഗത്തിനും ഒന്നും അഭിനയത്തിനും ഒരു വിലയില്ല എന്നാ പറയുന്നത്. ഭഗവാൻ കൊടുക്കേണ്ട സമയത്ത് കൊടുക്കും. ഓക്കെ, പിന്നെ ഇനി 7ാമത്തെ ശ്ലോകമാണ്. യസ്ത്വന്ദ്രിയാണി മനസാ നിയമമ്യാരാഭതേ അർജുന കർമ്മേന്ദ്രിയേ കർമ്മയോഗാമസക്ത വിശശ്യതേ എന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ആത്മാർത്ഥതയുള്ള ഒരാൾ പ്രവർത്തനനിരതമായിരിക്കുന്ന ഇന്ദ്രിയങ്ങളെ മനസ്സിനാൽ നിയന്ത്രിക്കാൻ ശ്രമിച്ചുകൊണ്ട് ആസക്തി കൂടാതെ കൃഷ്ണാവബോധപരമായിരിക്കുന്ന കർമ്മങ്ങളിൽ ഏർപ്പെടുകയാണെങ്കിൽ അയാളാണ് അത്യുത്തമൻ. ഇനി ഈ പറഞ്ഞ വ്യക്തിയുടെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ഒരാളെന്ന് പറഞ്ഞാൽ അവർക്ക് ഒരുപാട് വിഷയ ആഗ്രഹങ്ങളുണ്ട്, വിഷയ സുഖങ്ങളുണ്ട്, അല്ലെ? നമ്മൾക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, ഒത്തിരി കാര്യം. പക്ഷെ ഇതെല്ലാം ഉണ്ടെങ്കിലും ശരി, ആത്മാർത്ഥമായിട്ട് അവർ പ്രവർത്തിക്കും. മനസ്സിലാവുന്നുണ്ടോ? പുറമേ നിന്ന് നോക്കുമ്പോൾ അവർ നല്ല സുഖകരമായ ജീവിതം നയിക്കുന്നുണ്ടാവും. പക്ഷെ അവർക്കുള്ളിലേക്ക് ഇറങ്ങുമ്പോൾ മനസ്സിലാവും അവര് ആത്മാർത്ഥമായിട്ട് അവര് പ്രവർത്തിക്കുന്നുണ്ട്. ആ പ്രവർത്തിക്കുന്ന വ്യക്തി അവരെന്ത് ചെയ്യും? ഇന്ദ്രിയങ്ങളെ മനസ്സുകൊണ്ട് അവർ നിയന്ത്രിക്കും. മനസ്സിലായില്ലേ? അങ്ങനെയുള്ള വ്യക്തികൾ എന്ത് ചെയ്യും? ഇന്ദ്രിയങ്ങളെ മനസ്സുകൊണ്ട് നിയന്ത്രിക്കും. ഈ പറഞ്ഞ നമ്മൾ നേരത്തെ പറഞ്ഞ കപടമായിരിക്കുന്ന ആളുകളുടെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ആള്. കപടമായിരിക്കുന്ന ആൾ എന്താണ്? സന്യാസിയാണ് എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ആ രീതിയിൽ യോഗിയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന എല്ലാ സുഖങ്ങളും അനുഭവിക്കും. തൊട്ട് ഓപ്പോസിറ്റ് ഉള്ള ആൾ എന്തായിരിക്കും? വിഷയ സുഖങ്ങളിൽ നമ്മളെ പോലെ സാധാരണമായി ജീവിക്കുന്ന ആൾക്കാരായിരിക്കും. പക്ഷെ അവരെന്ത് ചെയ്യും? അവര് ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കും ചെയ്യും. അതുപോലെ അവരുടെ മനസ്സിലുള്ള ഓരോരോ ആഗ്രഹങ്ങൾ അവരിങ്ങനെ നിയന്ത്രിച്ച് ഇങ്ങനെ കൊണ്ടുവരും. എന്നിട്ട് ആസക്തി ഒന്നുമില്ലാതെ കൃഷ്ണാവബോധപരമായ പ്രവർത്തനത്തിൽ അവരേർപ്പെടും. മനസ്സിലായില്ലേ? കൃഷ്ണാവബോധപരമായിരിക്കുന്ന പ്രവർത്തനത്തിൽ അവരിങ്ങനെ ഏർപ്പെടും. അങ്ങനെ ഏർപ്പെടുന്ന വ്യക്തികളാണ് ആര്? അത്യുത്തമൻ എന്ന് പറയുന്നത്. അങ്ങനെ ഏർപ്പെടുന്ന വ്യക്തികളാണ് ആര്? അത്യുത്തമന്മാർ എന്ന് പറയുന്നത്. അല്ലാതെ യോഗിയാണെന്നും പറഞ്ഞിരുന്നിട്ട് വിഷയസുഖങ്ങളിൽ ജീവിക്കുന്നവരല്ല. അല്ലാതെ ഈ ലോകത്ത് ജീവിച്ചുകൊണ്ട് തന്നെ കൃത്യമായ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് കൃഷ്ണാവബോധത്തിൽ എത്താൻ ശ്രമിക്കുന്ന ആ വ്യക്തികളെയാണ് അത്യുത്തമന്മാരെന്ന് പറയുന്നത്. സ്വന്തം ജീവിതത്തിനും ഇന്ദ്രിയ സുഖാനുഭൂതികൾക്കും വേണ്ടി അതീന്ദ്രിയ ജ്ഞാനി എന്ന് നടിക്കുന്നതിനേക്കാൾ വളരെ നല്ലത് എന്താണ്? സ്വന്തം ജീവിതത്തിനും അതുപോലെ ഇന്ദ്രിയ സുഖങ്ങളും ജയിക്കാൻ വേണ്ടിയിട്ട് അതീന്ദ്രിയ ജ്ഞാനി, വലിയ യോഗി എന്ന് പറഞ്ഞ് നടക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ്
തന്റെ പ്രവൃത്തിയിൽ ഉറച്ചു നിന്നുകൊണ്ട്, അതായത് നമ്മൾ ചെയ്യുന്ന നമ്മുടെ ജോലിയിൽ ഉറച്ചു നിന്നുകൊണ്ട് ഭൗതിക ബന്ധങ്ങളിൽ നിന്നെല്ലാം മോചനം നേടി നമ്മൾ ജീവിതത്തിന്റെ ഉദ്ദേശം നിറവേറ്റി ദൈവ സാമ്രാജ്യത്തിലേക്ക് നമ്മൾ എത്തുന്നത്. മനസ്സിലായില്ലേ? നമ്മൾ വലിയ യോഗിയാന്ന് പറഞ്ഞ് നടക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നിന്നുകൊണ്ട് നമ്മളുടെ തൊഴിൽ ചെയ്തിട്ട് കൃഷ്ണാവബോധമായിട്ട് മുന്നോട്ട് പോയിട്ട് എല്ലാ ഭൗതിക ബന്ധങ്ങളിൽ നിന്നും മെല്ലെ പുറത്തു വന്നിട്ട് നമ്മൾ ഭഗവാനിലോട്ട് അടുക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്നാണ് പറയുന്നത്. പ്രധാന സ്വാർത്ഥഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷ്ണുവിനെ പ്രാപിക്കലാണ്. നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ വിഷ്ണുവിനെ പ്രാപിക്കലാണ്. ഈ ജീവിത ലക്ഷ്യ പ്രാപ്തിക്ക് സഹായമാണ് വർണ്ണാശ്രമ വ്യവസ്ഥ. നമ്മൾ ഇതുപോലെയുള്ള ജീവിതത്തിന് ഏറ്റവും നല്ല സഹായം എന്ന് പറഞ്ഞാൽ വർണ്ണാശ്രമ വ്യവസ്ഥയാണ്. കൃഷ്ണാവബോധപരമായിരിക്കുന്ന സേവന കർമ്മം കൊണ്ട് ഗൃഹസ്ഥനും ഈ പരമപദം പ്രാപിക്കാന്നാ പറയുന്നത്. കൃഷ്ണാവബോധത്തിലൂടെ ജീവിച്ച് ഗൃഹസ്ഥനായി ജീവിക്കുന്ന, ഭാര്യയും ഭർത്താവും കുടുംബമായി ജീവിക്കുന്ന ഒരാൾക്ക് പോലും ഇങ്ങനെയുള്ള വലിയൊരു പരമപദത്തിലേക്ക് എത്താൻ സാധിക്കും. ഒരാൾക്ക് ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി ശാസ്ത്രാനുശസ്ത്രമായിരിക്കുന്ന നിയന്ത്രിത ജീവിതം നയിക്കുകയും അങ്ങനെ അനാസക്തനായി പ്രവർത്തിച്ചുകൊണ്ട് പുരോഗതിയിലേക്കും പോകാം. നമ്മൾ കല്യാണം കഴിച്ചെന്ന് കരുതിയോ, കൊച്ചിനുണ്ടാക്കിയെന്ന് കരുതിയിട്ടോ, നമ്മൾ എന്താ പറയുക കുടുംബിനിയാണെന്ന് കരുതിയിട്ടോ, അങ്ങനെയൊക്കെ നമ്മളാണെന്ന് കരുതിയിട്ട് നമ്മൾ കൃഷ്ണാവബോധം പ്രവർത്തിക്കാണ്ടിരിക്കേണ്ട. നമ്മൾക്കൊരു യോഗിയുടെ വേഷവും വേണ്ട. നമ്മൾക്ക് നമ്മൾ ഇങ്ങനെ തന്നെ മോഡേൺ ആയിട്ട് തന്നെ ജീവിച്ചുകൊണ്ട് നമ്മുടെ മനസ്സ് നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാനിൽ ഉറപ്പിച്ച് നമ്മൾ ചെയ്യേണ്ട ജോലിയിൽ നമ്മൾ നമ്മുടെ മനസ്സിനെയും നമ്മുടെ ചിന്തയെയും വാക്കിനെയും പ്രവൃത്തിയെയും ഉറപ്പിച്ചുകൊണ്ട് നമ്മൾ ഭഗവാനെ ചേർത്ത് പിടിച്ചുകൊണ്ട് കൃഷ്ണ എന്ന നാമത്തിൽ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ഏതൊരു ഗൃഹസ്ഥാശ്രമിക്കും വിഷ്ണുപദം പോകാൻ എളുപ്പമാണെന്നാണ് ഗീതയിൽ പറയുന്നത്. ഗീതയിൽ പറയുന്ന വാക്കുകൾ ഒന്നും തെറ്റില്ല. മനസ്സിലായില്ലേ? നമ്മൾ ജീവിക്കുന്നത് ഈ ലോകത്താണ്. നമ്മൾ ഗൃഹസ്ഥാശ്രമികളാണ്. നമ്മൾക്ക് എല്ലാത്തിനും പരിമിതികളുണ്ട്. ആ പരിമിതികളിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് ജീവിക്കണം. മനസ്സിലായില്ലേ? നമ്മൾ അങ്ങനെയുള്ള പരിമിതികളിൽ നിന്നുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ വ്യക്തിബന്ധങ്ങളെയും നമ്മൾ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക, ഭർത്താവ് ഉണ്ടാവും, കുട്ടി ഉണ്ടാവും, കുഞ്ഞുണ്ടാവും, കൂട്ടുകാരുണ്ടാവും, എല്ലാവരും ഉണ്ടാവും, നമ്മളുടേതായ എല്ലാ ബന്ധങ്ങളും ഉണ്ടാവും. ആ ബന്ധങ്ങളിലെല്ലാം നിന്നുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ഭഗവാനെ പ്രാർത്ഥിച്ച് ഭഗവാനോടടുത്ത് നമ്മുടെ കൃഷ്ണാവബോധത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോവുക. നമ്മുടെ പ്രവർത്തനങ്ങൾ ചെയ്തിട്ട് സേവന മനോഭാവത്തിലൂടെ മുന്നോട്ട് പോയാൽ നമുക്ക് കൃഷ്ണനിലേക്ക് എത്താൻ പറ്റും. അല്ലാതെ കൃഷ്ണനിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മളൊരു യോഗിയുടെ വേഷം കെട്ടേണ്ട കാര്യമില്ല. നമ്മളൊരു വലിയ സാത്വികമായിരിക്കുന്ന ഒരാളാണെന്ന് പറഞ്ഞ് ധ്യാനത്തിൽ ഇങ്ങനെ കണ്ണുടച്ചിരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ നോർമലി ജീവിക്കൂ. നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിന്റെ കൂടെ കിടന്നും ഇരുന്നും സംസാരിച്ചും കളിച്ചും ചിരിച്ചും ഭാര്യയുടെ കൂടെ കളിച്ചും ചിരിച്ചും ജീവിക്കൂ. നിങ്ങൾ ടൂറ് പോവൂ. നിങ്ങൾ നിങ്ങളുടെ മക്കളെ സന്തോഷമാക്കി വെക്കൂ. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് അടിച്ചു പൊളിച്ച് നടക്കൂ. എന്താ അതിൽ തെറ്റ്? നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡേൺ വസ്ത്രങ്ങൾ നിങ്ങൾ ധരിക്കൂ. നിങ്ങളുടെ മനസ്സ് കൃഷ്ണാവബോധത്തിൽ ഉറപ്പിച്ചു നിർത്തണം. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതിൽ ആർക്കും ഒന്നും പറയാൻ പറ്റത്തില്ല. അത് നിങ്ങളുടെ വ്യക്തിപരമായ കാര്യമാണ്. മനസ്സിലായില്ലേ? പക്ഷെ നിങ്ങളുടെ ചിന്താവാക്ക് പ്രവൃത്തി അതെന്തായിരിക്കണം? കൃഷ്ണാവബോധമുള്ളതായിരിക്കണം. നമ്മൾക്ക് പറഞ്ഞിരിക്കുന്ന നിയമങ്ങൾ നമ്മൾ പാലിക്കണം. ആ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കൂ. എങ്കിൽ നിങ്ങൾക്ക് കൃഷ്ണന്റെ പാദങ്ങൾ നിങ്ങൾക്ക് പിടിക്കാൻ പറ്റും. അല്ലാതെ നിങ്ങൾ അയ്യോ ഞാൻ കൃഷ്ണന്റെ പാദങ്ങൾ പിടിക്കുന്ന ആളാണ്, എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല, എനിക്ക് അതൊന്നും നടക്കുന്ന കാര്യമില്ല. ഇപ്പൊ ഞാനൊരു ആർട്ടിസ്റ്റാണ്, എനിക്ക് ചിലപ്പോൾ വേറൊരാളുടെ കൂടെ കിടന്നിട്ട് എനിക്കൊരു ബെഡ്റൂം സീൻ അഭിനയിക്കേണ്ടി വരും. അതെന്റെ ജോലിയാണ്, ഞാൻ ചെയ്യും. ഞാനൊരു ആർട്ടിസ്റ്റാണ്, എനിക്ക് എന്റെ ആക്ടിങ് എന്ന് പറയുന്ന പ്രൊഫഷനിൽ എനിക്കത് ഒഴിവാക്കാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ എനിക്ക് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ എനിക്കൊരു സ്ലീവ്ലെസ് ഡ്രസ് ഇടേണ്ടി വരും. എന്റെ ജോലിയുമായി ബന്ധപ്പെട്ട് എനിക്കൊരു സ്ലീവ്ലെസ് ഡ്രസ് ഇടേണ്ടി വരും, എനിക്ക് ജീൻസ് ഇടേണ്ടി വരും. സോ വാട്ട്, ഞാനത് ചെയ്യും. അതിലെന്താ തെറ്റ്? മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾക്ക് നമ്മളുടേതായ വ്യക്തി സ്വാതന്ത്ര്യങ്ങൾ ഈ ലോകത്തുണ്ട്. അതിലൊന്നും പറയാൻ പറ്റത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ കൃഷ്ണാവബോധത്തിലുള്ളതാണെന്നും പറഞ്ഞ് എനിക്ക് രുദ്രാക്ഷം ഇട്ടുകൊണ്ട് എനിക്ക് നടക്കാൻ പറ്റില്ല. കാരണം ഞാൻ 2023 ജീവിക്കുന്നത്. പക്ഷെ എന്റെ ഹൃദയം കൃഷ്ണനോട് എന്നും അടുത്തുകൊണ്ടിരിക്കുകയാണ്. കൃഷ്ണ 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 എന്ന ഒരു നാമത്തിൽ തന്നെ എന്റെ ഹൃദയം അടുത്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ വീട്ടിൽ ഞാൻ ഉണ്ടെങ്കിൽ 2:30 മണിക്ക് എന്റെ കൃഷ്ണന്, എന്റെ കിച്ചൂട്ടന് ഞാൻ പൂജ കൊടുത്തിരിക്കും. 16 മാല ഈ വീട്ടിലുണ്ടെങ്കിൽ ഞാൻ അത് കംപ്ലീറ്റ് ചെയ്തിരിക്കും. പുറത്തു പോയാൽ ഞാൻ എന്റെ കൂട്ടുകാരുമായിട്ട് കളിച്ചും ചിരിച്ചും നടക്കും. അപ്പൊ എനിക്ക് ഞാനൊരു ക്ലിക്കറും എടുത്ത് വെച്ചുകൊണ്ട് ഹരേ കൃഷ്ണ 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 ഹരേ എങ്ങനെ ജീവിക്കാൻ പറ്റില്ല. അങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ എന്റെ കൂട്ടുകാരൻ എന്നോട് നീ പൊടി എന്ന് പറയും, നീ പോയി വല്ല സന്യാസ ജീവിതവും നയിക്കും, ഞങ്ങൾക്കൊന്നും പറ്റത്തില്ല നിന്റെ കൂടെ ഇങ്ങനെ ജീവിക്കാൻ എന്ന് പറയും. ഒരിക്കലും സാധിക്കില്ല. എന്റെ കൂട്ടുകാരെന്നെ അക്സെപ്റ്റ് ചെയ്യില്ല. മനസ്സിലായില്ലേ? എന്റെ വീട്ടുകാരെന്നെ അക്സെപ്റ്റ് ചെയ്യില്ല. എന്റെ മകൻ എന്നെ അക്സെപ്റ്റ് ചെയ്യില്ല. ഞാൻ കൃഷ്ണാവബോധം പറയുന്ന ഒരാളാണെന്നും പറഞ്ഞ് എന്റെ മകന്റെ സ്കൂളിലേക്ക് എനിക്ക് വെള്ളയും ഇട്ടുകൊണ്ട് എനിക്ക് പോകാൻ പറ്റത്തില്ല.
ഞാനിപ്പോഴും അവന്റെ ഷർട്ടൊക്കെ എടുത്തിടും. അവൻ ഏതെങ്കിലും ഷർട്ട് കുറച്ചൊന്ന് വലുതായി കഴിഞ്ഞാൽ ഞാൻ പറയും, കുഞ്ഞാ അത് മമ്മിക്ക് എന്നേക്കടാന്ന് പറയും. ഞാൻ അവന്റെ ഷർട്ട് വിട്ട് അവന്റെ ജീൻസ് വിട്ടുകൊണ്ട് ഞാൻ നടക്കാറുണ്ട്. അതിനെന്താ തെറ്റ്? ഞാൻ ഈ 2023 ജീവിക്കുന്ന ഒരു സാധാരണ സ്ത്രീയാണ്. എന്റെ മനസ്സ് കൃഷ്ണാവബോധത്തിലുണ്ട്, ഞാൻ സമ്മതിച്ചു. കളിയും ചിരിയും തമാശയായിട്ട് നമ്മൾ അങ്ങനെ പോകും. അതിൽ യാതൊരു തെറ്റൂല. നിങ്ങളും നല്ല മോഡേൺ ആയിട്ട് നടക്കൂ, നിങ്ങളും സന്തോഷമായിട്ട് നടക്കൂ, നിങ്ങളും ഹാപ്പി ആയിട്ടിരിക്കൂ. നിങ്ങൾ ഇസ്കോണിൽ പോകുമ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ വിഭൂതി വെക്കൂ, വലിയ രീതിയിൽ നിങ്ങൾ ഗോപി ചന്ദനം വെക്കൂ. എനിക്കിപ്പം വലിയ രീതിയിൽ ഗോപി ചന്ദനം വെച്ചുകൊണ്ട് എനിക്ക് എന്റെ നാട്ടിൽ ഇറങ്ങി നടക്കാൻ പറ്റില്ല. അപ്പൊ ആൾക്കാർ പറയും, ഇതെന്താപ്പത്, അവളെന്തോ വലിയ ഒരു പൂജാരിയായി എന്ന് പറയും. പിന്നെ അതിന് ഞാൻ ഇങ്ങനെ ഉത്തരം കൊടുക്കേണ്ടി വരും. മനസ്സിലായില്ലേ? അപ്പം ഇങ്ങനെയൊന്നും നമ്മൾ ജീവിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ഈ കാലഘട്ടത്തിൽ ഈ നിമിഷത്തിൽ നമ്മൾ ജീവിക്കുക. ആ നിമിഷത്തിൽ ജീവിച്ചുകൊണ്ട് കളിച്ചും ചിരിച്ചും റീൽസ് ചെയ്തും പാട്ട് പാടിയും തമാശ പറഞ്ഞും നല്ല മോഡേൺ ആയിട്ട് ഹാപ്പി ആയിട്ട് നമ്മുടെ മക്കളെയും കുടുംബത്തെയും ഭർത്താവിനെയും എല്ലാം ചേർത്ത് പിടിച്ച് ജീവിക്കൂ. പക്ഷേ നമ്മുടെ ഭക്ഷണം സാത്വികമായിരിക്കണം, നമ്മുടെ ചിന്തകൾ സാത്വികമായിരിക്കണം. നമ്മൾ കാരണം ഒരാൾ വേദനിക്കുന്ന അവസ്ഥ നമ്മൾ ഉണ്ടാക്കരുത്. 16 മാല ജപം ആർക്കും ശല്യമില്ലാതെ നമ്മൾ ചെയ്യണം. ക്ലിയർ? അങ്ങനെ ചെയ്തിട്ട് നമ്മൾ ഹാപ്പി ആയിട്ട് പോവുക. ഞാൻ എത്രയോ ദിവസം അവരോട് ഈ സുജു മാതാജിയോടൊക്കെ ചോദിച്ചു, അവരുടെ ഗ്രൂപ്പിലൊക്കെ എന്നെ ഇഷ്ടം പോലെ സിനിമാ പാട്ട് ഇട്ട് കൊടുക്കാറുണ്ട്. ഒരുപാട് റൊമാൻറ്റിക് സോങ്സ് ഒക്കെ ഞാൻ അവരെ ഗ്രൂപ്പിൽ ഇട്ട് കൊടുക്കും. കേട്ടോളാൻ പറയും. ഇന്നിപ്പം എൻ്റെ ഫ്രണ്ട് അമൃത, എൻ്റെ ഭയങ്കര ക്ലോസ് ഫ്രണ്ടാണ്. അവളുടെ ഡാഡിയുടെ 20ാമത്തെ ചരമവാർഷികം. ഞങ്ങൾ കൂടിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയാനില്ല അവർക്ക്. പക്ഷെ ആ വിളക്ക് വെക്കുന്ന പൂജയുടെ ടൈം ആകുമ്പോൾ അവരിങ്ങോട്ട് പറയും, എന്താണ്, മാതാജി അല്ല അമ്മു നിനക്ക് വിളക്ക് വെക്കണ്ടാ, ഞങ്ങളൊന്ന് പുറത്തു പോയിട്ട് വരാം. ശരി, ഓക്കെ, നിങ്ങൾ പോയിട്ട് വന്നു. അപ്പൊ ഞാൻ കുളിച്ച് ഭഗവാന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു 8-8:30 ആവാതെ ഞാൻ ഫ്രീ ആവില്ല. അപ്പൊ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എല്ലാത്തിനും സമയം കണ്ടെത്തണം. മനസ്സിലായില്ലേ? ഇത് ഭർത്താവ് വീട്ടിൽ കയറി വരുമ്പോഴത്തേക്കും ഞാൻ 16 മാല ജപിക്കണം, നിങ്ങൾക്ക് ഇപ്പൊ ചായ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. അതൊരിക്കലും ചെയ്യരുത്. അത് വളരെ മോശമാണ്. മനസ്സിലാവുന്നില്ലേ? നമ്മൾ എന്ത് ചെയ്യുക? ഭഗവാനെ മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നമ്മളൊരു നല്ല ഹാപ്പി ആയിട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവാം. അല്ലാതെ നമ്മൾ ഇങ്ങനെയാണ് എന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ ഇങ്ങനെ ആയിരിക്കണം, അങ്ങനത്തെ നിബന്ധനകളൊന്നുമില്ല. ഞാൻ ചോദിക്കട്ടെ, എങ്ങനെയാണ് നമുക്ക് നമ്മളെ ഭർത്താവിനെ, നമ്മുടെ മകനെ, നമ്മുടെ മകളെ, നമ്മുടെ അച്ഛനമ്മമാരെ ഇവരൊക്കെ ഉപേക്ഷിച്ചിട്ട് ഒരു ജപമാലയും കയ്യിൽ തൂക്കിക്കൊണ്ട് നടക്കാൻ പറഞ്ഞാൽ എന്തോ എനിക്കതിനോട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഞാനത് അക്സെപ്റ്റ് ചെയ്യേയില്ല. നമ്മൾക്ക് ചില കർമ്മങ്ങളുണ്ട്, നമ്മൾക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്, നമുക്ക് ചില സന്തോഷങ്ങളുണ്ട്, നമുക്ക് ചില നല്ല നിമിഷങ്ങളുണ്ട്. നമ്മുടെ കൂട്ടുകാരാവാം, അതിനേക്കാൾ വലിയ ബന്ധങ്ങളാവാം, അല്ലെ? അങ്ങനെ ഓരോരുത്തരുടെ ഹൃദയത്തിലും അവരുടേതായിരിക്കുന്ന പല പല ബന്ധങ്ങളുണ്ട്. എൻ്റെ ഉള്ളിലും ഉണ്ട് അങ്ങനത്തെ കുറെ റിലേഷൻഷിപ്പ്. സോ അങ്ങനെയുള്ള നല്ല നല്ല ബന്ധങ്ങളെ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക. നമ്മൾ അവരുമായിട്ട് കളിച്ച് ചിരിച്ച് തമാശ പറഞ്ഞ് സമയം സ്പെൻഡ് ചെയ്ത് ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് യാത്ര ചെയ്ത് നമ്മൾ അങ്ങനെ ജീവിക്കുക. അല്ലാതെ ഞാൻ കൃഷ്ണാവബോധത്തിലുള്ളതാണ്, അതുകൊണ്ട് ഞാൻ ഒന്നിനും വരില്ല, ക്ഷമിക്കണം, ഹരേ കൃഷ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുന്നത് പോലെയാണ്. അങ്ങനെയുള്ള വ്യക്തികളുടെ ഉള്ളിൽ എപ്പോഴും ആഗ്രഹങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. മനസ്സിലായില്ലേ? അങ്ങനെ ആഗ്രഹങ്ങൾ ഉണ്ടാകുന്ന വ്യക്തികൾ ജീവിതത്തിൽ തോറ്റുപോവുകയുള്ളൂ. അങ്ങനെയല്ല, എൻജോയ് യുവർ സെൽഫ്. നിങ്ങൾ നിങ്ങളുടെ ജീവിതം ഹാപ്പി ആയിട്ട് അടിച്ച് പൊളിച്ച് ആഘോഷിക്കുക. അതിൽ യാതൊരു തെറ്റുമില്ല. എനിക്ക് നിങ്ങളെ കാണുമ്പോൾ നല്ല ബ്ലിസ്ഫുൾ ആയിട്ട്, നല്ല ഭംഗിയായിട്ട്, നല്ല ബ്രൈറ്റ് ആയിട്ട് എനിക്ക് നിങ്ങളെ കാണും. നല്ല മോഡേൺ ആയിട്ട്, നല്ല റൊമാൻറ്റിക് ആയിട്ട് എനിക്ക് നിങ്ങളെ കാണും. ആരൊക്കെ ഞാൻ കാണുന്നു മഞ്ജരീസിലൂടെ, അവരൊക്കെ നല്ല ഈ 2023 അനുസരിച്ച രീതിയിൽ എനിക്ക് നിങ്ങളെ കാണണം. അതർവൈസ് നിങ്ങൾ വന്നിട്ട് അയ്യോ ഞങ്ങൾ അമ്പിളി മാതാജിയെ കാണാൻ പോകുന്നു, അതുകൊണ്ട് മാതാജി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ജപമാലയും കഴുത്തിൽ തൂക്കി, അതിന്റെ ആവശ്യമില്ല. നിങ്ങൾ ജപിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ സ്വകാര്യമായ കാര്യമാണ്. എന്തിനാ എന്നെ നിങ്ങൾ കാണിക്കണം? നിങ്ങൾ ജപിക്കുന്നത് നിങ്ങളും ഈശ്വരനുമായിട്ടുള്ള ഒരു ആത്മബന്ധമാണത്. മനസ്സിലാവുന്നില്ലേ? ആ ആത്മബന്ധം നിങ്ങൾ അങ്ങനെ സൂക്ഷിക്കൂ. നിങ്ങൾക്ക് ജീൻസ് ഇട്ട് വരണോ? നിങ്ങൾ ജീൻസ് ഇട്ടിട്ട് വരൂ. നിങ്ങൾക്ക് ടീഷർട്ട് ഇട്ടിട്ട് വരണോ? നിങ്ങൾ ടീഷർട്ട് ഇട്ടിട്ട് വാ. നിങ്ങൾക്ക് ഹെയർ സ്ട്രെയിറ്റ് ചെയ്യണോ? യു ക്യാൻ ഡു ഇറ്റ്, നോ പ്രോബ്ലം. നിങ്ങൾ ചെയ്യൂ. ഞാൻ ഹാപ്പിയാണ്. നിങ്ങളുടെ സൗന്ദര്യം, നിങ്ങളുടെ ആക്സസറീസ്, നിങ്ങളുടെ സംസാരം, നിങ്ങളുടെ തമാശകൾ, നിങ്ങളുടെ കളികൾ, ചിരികൾ എല്ലാം സ്വീകരിക്കാൻ ഞാൻ റെഡിയാണ്. മനസ്സിലായില്ലേ? ഏതൊരു ഭർത്താവ് ആഗ്രഹിക്കുന്ന എന്താണ്? ഭാര്യ സുന്ദരിയായിരിക്കണമെന്ന്, അല്ലെ? അല്ലാതെ ഞാൻ ഇനി മുതൽ കാവി സാരിയെ ധരിക്കൂ, പ്രഭോ വന്നാലും ആസനസ്ഥനായാലും അങ്ങേക്ക് എന്താണ് വേണ്ടത്? ഈ കാലഘട്ടത്തിലല്ല നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ജീവിക്കുന്ന 2023 അതിനനുസരിച്ച് ജീവിക്കുക. ആ 2023 എങ്ങനെ കൃഷ്ണനോട് അടുക്കാം ഹൃദയം കൊണ്ട്, ഇതാണ് നമ്മൾ പഠിക്കുന്നത്. ഇതാണ് മഞ്ജരീസിലൂടെ പഠിക്കുന്നത്. മനസ്സിലാവുന്നില്ലേ?
അങ്ങനെ നമ്മൾ ജീവിക്കണം. ക്ലിയർ? പിന്നെന്താ പറയുന്നത്? പൊള്ളയായ ആത്മീയവാദം കൊണ്ട് നിഷ്കളങ്കമായിരിക്കുന്ന പൊതുജനങ്ങളെ കബളിപ്പിക്കുന്നവനേക്കാൾ ഭേദപ്പെട്ടവനാണ് ധ്യാനാദികളെ ഒരു ജീവനോപായം മാത്രമായി കരുതുന്ന കപട വേഷധാരികളായ ഒരാളേക്കാൾ എത്രയോ നല്ലവനാണ് മനസാക്ഷിയോടെ തെരുവ് തൂക്കുന്ന ഒരു തൂപ്പുകാരൻ. ക്ലിയർ? എന്താ പറയുന്നത്? ഇവിടെ പറയുന്നു, ഒരാൾക്ക് ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി ശാസ്ത്രാനുശാസ്ത്രമായിരിക്കുന്ന നിയന്ത്രിത ജീവിതം നയിക്കുകയും അങ്ങനെ അനാസക്തനായി പ്രവർത്തിച്ചുകൊണ്ട് പുരോഗമിയുമാവാം. നമ്മൾക്ക് ജീവിക്കണമെങ്കിൽ നമ്മൾക്ക് ജീവിക്കാം, സന്തോഷമായി ജീവിക്കാം. അതിൽ നമ്മൾ എന്ത് ചെയ്യാം? നമ്മുടെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കുക. പിന്നെ ഈ പദ്ധതി അനുസരിക്കുന്ന ആത്മാർത്ഥതയുള്ള വ്യക്തി, അതായത് നമ്മുടെ കൃഷ്ണാവബോധം നമ്മൾ അനുസരിക്കുക. അത് പുറമെ കാണിച്ച് നടക്കേണ്ട ഒരു കാര്യവും ഇല്ല. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നിങ്ങൾ കൃഷ്ണാവബോധത്തിലുള്ള വ്യക്തിയാണെന്ന് നിങ്ങൾ പുറമേ കാണിക്കേണ്ട ഒരു കാര്യവും ഇല്ല, ഒരാവശ്യവും നിങ്ങൾക്കില്ല. എനിക്ക് ചില വ്യക്തികളോട് ഭയങ്കര ദേഷ്യം തോന്നും. കാരണം എന്താണെന്നറിയോ? കഴുത്തിലൂടെ ജപമാലയുടെ സഞ്ചി തൂക്കിയിട്ടിട്ടുണ്ടാവും, എന്നിട്ടോ വലിയ ഗോപീചന്ദ്രൻ വെച്ചിട്ടുണ്ടാവും. പറയുന്നത് മുഴുവൻ മറ്റുള്ളവരെ പറ്റിയുള്ള കുറ്റം, നോക്കുന്നത് മുഴുവൻ പല പല സ്ഥലങ്ങളിൽ. അതല്ല, ജപമാല കഴുത്തിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ഫുൾ ടൈം ജപിച്ചുകൊണ്ടിരിക്കുക. അത് 16 മാല എന്നൊന്നല്ല, എത്ര മാല വേണമെങ്കിലും ജപിക്കുക. ഇനി ജപിച്ചു കഴിഞ്ഞാൽ പിന്നെന്തിനാണ് ഇത് കഴുത്തി തൂക്കിക്കൊണ്ട് നടക്കുന്നത്? ഇത് മര്യാദയ്ക്ക് കൊണ്ടുപോയി വീട്ടിൽ വെച്ചൂടെ, അവിടെ പൂജാമുറിയിൽ? എന്നിട്ട് നിങ്ങൾ നിങ്ങളായി ജീവിക്കൂ. ശ്രീല പ്രഭുപാജി പറഞ്ഞിരിക്കുന്നതാണ് 16 മാല നിങ്ങൾ ജപിക്കൂ എന്നാ പറഞ്ഞത്. ഏറ്റവും ആ 16 മാലയെങ്കിലും പൂർണ്ണമായി സ്വസ്ഥമായി ജീവിക്കും. ആളുകളെ കാണിക്കാനുള്ള ഒരു പ്രഹസനമാവരുത് ഭക്തി എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഒരിക്കലും ആളുകളെ കാണിക്കുന്ന ഒരു പ്രഹസനമായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഭക്തി എടുക്കരുത്. അത് വളരെ മോശമാണ്. നിങ്ങൾക്ക് ഭക്തിയുണ്ടോ? നിങ്ങൾ സ്വസ്ഥമായി സ്വകാര്യമായി സന്തോഷമായി, ഞാൻ അങ്ങനെ ഇവിടെ ചെയ്യാറ്. ഒരു ഭാഗത്തിരുന്ന്, ഞാൻ പുറത്ത് ഒരിടത്ത് പോയാലും എൻ്റെ ഭക്തി ഞാൻ കാണിക്കാറില്ല. അതിന്റെ ആവശ്യമില്ല. എവിടെയെങ്കിലും കയറി ചെല്ലുമ്പോൾ ഭഗവാൻ ഉണ്ടെങ്കിൽ നമസ്കരിക്കും, അത്ര തന്നെ. അതിൽ കവിഞ്ഞ് ഞാൻ അവിടെ പോയിരുന്നിട്ട് ഹരേ കൃഷ്ണ ജയ് ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു ഇതൊന്നും ഞാൻ കാണിക്കാറില്ല. കിട്ടുന്ന സമയം അടിച്ച് പൊളിച്ച് നടക്കും, അത്ര തന്നെ. ഹാപ്പി ആയിട്ട് കളിച്ചും ചിരിച്ചും ഒക്കെ നടക്കും. എൻ്റെ ദിനചര്യകളെല്ലാം അങ്ങ് മാറ്റും. ഞാൻ എൻ്റെ വീട്ടിലെത്തിയാൽ ഏകാഗ്രതയോടുകൂടി എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഭക്തി എന്ന് പറയുന്നത്. ആ ഏകാഗ്രത ഇല്ലെങ്കിൽ പിന്നെ ഞാൻ ഭക്തി കാണിക്കുന്നത് വെറുതെയാണ്. മനസ്സിലായില്ലേ? ഏകാഗ്രത ഇല്ലെങ്കിൽ ഈ ഭക്തി എന്ന് പറയുന്ന കാര്യത്തിൽ ഒരു അർത്ഥവും ഇല്ല, ഒരു കാര്യവും ഇല്ല. അറിയാമോ? ഏകാഗ്രതയോടുകൂടി നമ്മൾ ഭക്തി പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ ആ ഭക്തിക്കാണ് പ്രാധാന്യം. അല്ലാതെ ഏകാഗ്രതയില്ലാതെ ഭക്തി കാണിക്കുന്നതിൽ ഒരു കാര്യവും ഇല്ല. അപ്പൊ നമ്മൾ എന്ത് പറയണം? പൊള്ളയായ ആത്മീയവാദം കൊണ്ട് നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ അത് പൊള്ളയാണ്. അങ്ങനെ ചെയ്യാത്ത കാര്യങ്ങൾ ആത്മീയവാദം കൊണ്ട് നിഷ്കളങ്കരായിരിക്കുന്ന പൊതുജനങ്ങളെ, ഒന്നും അറിയാത്ത പൊതുജനങ്ങളെ കബളിപ്പിക്കുന്നതിനേക്കാൾ എത്രയോ ഭേദപ്പെട്ടതാണ് എന്തെന്ന് പറയുന്നത്? ധ്യാനാദികളെ, ധ്യാനവും അതും ഇതൊക്കെ ഒരു ജീവിതത്തിന്റെ ഒരു ഉപായം മാത്രമായി കരുതുന്ന കപടവേഷധാരിയായിരിക്കുന്ന ഒരാളേക്കാൾ എത്രയോ നല്ലതാണ് മനസ്സാക്ഷിയോടെ തെരുവ് അടിച്ചു വാരുന്ന ഒരാള്, അല്ലെ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇങ്ങനെ കപടവേഷധാരികളായിരിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അപ്പൊ അവരിങ്ങനെ എന്താ പറയാ, അതാണ് ഇതാ, നമ്മളെ പോലെയുള്ള ആൾക്കാർ പോയിട്ട് അവരെ കാലിൽ അങ്ങോട്ട് വീഴും. ഹരേ നാരായണ നിങ്ങൾ തന്നെ ദൈവം എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെയൊന്നും പോണ്ടെന്നേ, അങ്ങനെയൊന്നും പോണ്ട. എന്തിന്? നമുക്ക് സാക്ഷാൽ ഗുരുവായൂരപ്പനുണ്ട്. ഗുരുവായൂരപ്പന്റെ തൃപ്പാദങ്ങൾ പിടിക്കൂ. ജയപതാക ഗുരു മഹാരാജ് കി ജയ്, അദ്ദേഹത്തെ പോലെയുള്ള ഗുരുപരമ്പരയുടെ തൃപ്പാദങ്ങൾ പിടിക്കൂ. അവരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ വേഷം ഇട്ടിട്ടുണ്ടെങ്കിൽ ആ വേഷത്തിനനുസരിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. മനസ്സിലായി? അങ്ങനെയുള്ള ഗുരുപരമ്പരയുടെ തൃപ്പാദങ്ങൾ പിടിക്കൂ. അങ്ങനെ തൃപ്പാദങ്ങൾ പിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ഇന്നിൽ ജീവിക്കൂ. 2023 ഈ 2023 നമ്മൾ ഈ ഡിസംബർ 14 ജീവിക്കൂ. ഈ 12/19 നമ്മൾ ജീവിക്കൂ. അല്ലാണ്ട് വെറുതെ ഇരുന്നിട്ട് നമ്മൾ എന്താ പറയാ 10-50 വർഷം മുമ്പേ ഉള്ള കൂരൂരമ്മയുടെ കാലത്ത് ഇരുന്ന പോലെ ഒന്നും ജീവിക്കാൻ ശ്രമിച്ചാൽ ഇന്ന് ഒരു മനുഷ്യനെ കൊണ്ട് പറ്റില്ല കേട്ടോ. ഞാനുള്ള കാര്യം പറഞ്ഞേക്കാം. വെറുതെ കിടന്നിട്ട് നമ്മുടെ മനസ്സിനെ ഇട്ടിട്ട് ഒരു വൈബ്രേറ്റഡ് ആക്കരുത്. കുറെ നാൾ ഇങ്ങനെ ജീവിച്ച് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വേറൊരു ജീവിതത്തിലേക്ക് പോയി. ഇതിന്റെയൊക്കെ എന്താണ് ആവശ്യം? ഒരേപോലെ ജീവിക്കൂ, ഒരേ ക്യാരക്ടറിൽ ജീവിക്കൂ. നിങ്ങൾ ഇതാണോ? ഇത് തന്നെ, ഇതേപോലെ അങ്ങോട്ട് ജീവിക്കൂ. എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് സാഹചര്യങ്ങളല്ലേ. നമുക്കിപ്പം നമ്മുടെ സാഹചര്യങ്ങൾ മാറ്റാൻ നമ്മുടെ ചുറ്റിലുള്ള ആൾക്കാരെ മുഴുവൻ നമുക്ക് കൊന്നു തള്ളാൻ പറ്റുമോ? അല്ലെ നമ്മളെ അങ്ങോട്ട് ഒഴിവാക്കാൻ പറ്റുമോ? ഇത് നല്ല കഥയായി. അതൊന്നും പറ്റൂല. നമ്മൾക്ക് നോൺ വെജ് വേണ്ടേ നമ്മൾ കഴിക്കണ്ട. ഇനി വീട്ടിലുള്ളവർക്ക് വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ അവരെ അങ്ങോട്ട് കൊണ്ടുപോയി കെട്ടിയോനെയും മക്കളെയും പിടിച്ച് കെഞ്ചിലോട്ട് അങ്ങിടാൻ പറ്റുമോ? അതും പറ്റൂല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? ചേട്ടാ എനിക്ക് വേണ്ട, മനസ്സിലായില്ലേ? ഞാൻ കഴിക്കില്ല ചേട്ടാ, എന്നെ നിർബന്ധിക്കരുത്, നിങ്ങൾ കഴിച്ചോ. എന്നിട്ട് എന്ത് ചെയ്യണം? ഹരേ കൃഷ്ണ മഹാമന്ത്രവും ജപിച്ച് ഭഗവാനോട് കാര്യവും പറഞ്ഞിട്ട് അങ്ങോട്ട് ഉണ്ടാക്കി കൊടുക്കണം. ആ ഹരേ കൃഷ്ണ മഹാമന്ത്രം അതിൽ വീഴുമ്പോൾ നല്ലോണം ടോയ്ലറ്റ് പോയിക്കോളും ആ നോൺ വെജും കഴിച്ചിട്ട്. അല്ലെ നല്ലോണം മേലോട്ടും കൂടെ എടുത്തോളും.
പിന്നെ പറയുക എന്തോ എനിക്കങ്ങ് പിടിച്ചില്ല. അപ്പോഴേ പറഞ്ഞു കേട്ടാ വേണ്ടാന്ന്, വേണ്ടാത്ത പണിയെടുത്തിട്ടല്ലേ, നിർത്തിയേര്, നമുക്കത് വേണ്ട, കാശും മിച്ചം, നല്ല പച്ചക്കറി, നല്ല ആരോഗ്യം, ഇങ്ങനെ നമ്മളൊരു സ്മൂത്തായിട്ട് ജീവിതം കൊണ്ടുപോവുക. അല്ലാതെ എന്താ പറയാ, നോൺ വെജ് വെക്കാൻ വരുമ്പോഴേക്കും മൂക്കൊക്കെ അങ്ങോട്ട് കെട്ടി, അയ്യോ ഞാൻ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുന്ന ഒരാളാണ്, ഞാൻ കൃഷ്ണാവബോധം ഉൾക്കൊണ്ടൊരു വ്യക്തിയാണ്, അതുകൊണ്ട് ഞാൻ ഇനി എന്നും പറഞ്ഞുകൊണ്ട് നിന്ന് കഴിഞ്ഞാലേ കുടുംബ കോടതി കയറി നിൽക്കേണ്ട വരും. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. പിന്നെ വിളിച്ചിട്ട് മാതാജി ഹരേ കൃഷ്ണ മാതാജി, എന്നോട് സ്നേഹമില്ല മാതാജി, എന്നെ ഒഴിവാക്കി മാതാജി, നീ സ്വാമിയായി എന്നാ പറയുന്നത്, നീ സന്യാസിയായി എന്ന് പറയുന്നു മാതാജി, അതുകൊണ്ട് എന്നെ വേണ്ടെന്ന് പറയുന്നു മാതാജി, ഞാൻ എന്ത് പൂജ ചെയ്യണം മാതാജി? ഒരു പൂജയും ചെയ്യണ്ട, മാനസ പൂജ ചെയ്താൽ മതി. മനസ്സുകൊണ്ടൊരു പൂജ ചെയ്തോളൂ. ആ പൂജയിൽ വീഴാത്ത ഒരു ഭർത്താക്കന്മാരും ഇല്ല. മനസ്സിലായില്ലേ? ഈ സാധനം ഒന്ന് അടച്ച് ഇതും അങ്ങോട്ട് താഴ്ത്തി കഴിഞ്ഞാല് എല്ലാ ഭർത്താക്കന്മാരും കൂടെ വരും, എല്ലാരും കൂടെ വരും, ഒരിക്കലും കൂടെ വരാതില്ല. ഇതങ്ങോട്ടേക്ക് എടുത്തിട്ട് അങ്ങോട്ട് പാമ്പൻ പാലം പോലെ നീർത്തി കഴിഞ്ഞാല് ഒരു ഭർത്താക്കന്മാരും കൂടെയും വരൂല. നേരെ പോയി കുടുംബ കോടതിയിൽ നിൽക്കണം, പിന്നെ അഡ്വക്കേറ്റിന് കൊടുക്കണം കാശ് വേറെ. എന്നിട്ട് ഈ പേപ്പർ കെട്ടും കൊണ്ട് സ്വന്തം വീട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിന്നും കിട്ടും ആട്ട്. അതിലും ഭേദം സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് ഹൃദയത്തിൽ കൃഷ്ണാവബോധം വെച്ചുകൊണ്ട് സമാധാനമായിട്ട് ജീവിച്ചു പോവുക. പറയാനുള്ളതൊക്കെ ചെവിയിലെങ്കിലും, ഈ മറ്റേ നമ്മുടെ മഹാദേവന്റെ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ നന്ദിയുടെ ചെവി പറഞ്ഞു കൊടുക്കുന്ന പോലെ, പൊന്ന് കിച്ചൂട്ടാ ഒന്ന് ഈ മനുഷ്യനെ രക്ഷിക്കണേ, എപ്പം നോക്കിയാലും നോൺ വെജ് തീറ്റയാണ് എൻ്റെ പൊന്ന് കണ്ണാ എന്ന് പറഞ്ഞ് 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 മെല്ലെ മെല്ലെ ഇവരെ മാറ്റിക്കൊണ്ടുവരിക. മനസ്സിലായില്ലേ? അല്ലാണ്ട് ഇരുന്ന് ബഹളം ഉണ്ടാക്കി കഴിഞ്ഞാൽ ജീവിതം കോഞ്ഞാട്ടയായി പോവും, ഞാൻ പറഞ്ഞേക്കാം. പിന്നെ മഞ്ചരീസി വിളിച്ചിട്ട് എന്നെ ചീത്ത കേൾപ്പിക്കരുത്, നിങ്ങൾ പറഞ്ഞിട്ടാണോ എൻ്റെ ഭാര്യ നോൺ തിന്നാത്തത്, നിങ്ങളെ ഞാൻ ശരിയാക്കുന്നു പറഞ്ഞ് കേരളത്തിൽ നിന്ന് ഒരു വണ്ടി വരുന്നുണ്ട്, അതിലുള്ള ഭർത്താക്കന്മാർ മൊത്തം കയറി ഇങ്ങോട്ട് വരും. ആ അവസ്ഥയൊന്നും എനിക്ക് ഉണ്ടാക്കരുത് കേട്ടല്ലോ. അതുകൊണ്ട് മര്യാദയ്ക്ക് 2023 ജീവിക്കുക. കൃഷ്ണാവബോധം പ്രഹസനമാക്കരുത്. കൃഷ്ണാവബോധം എന്ന് പറഞ്ഞാൽ ഏകാഗ്രമായിരിക്കുന്ന മനസ്സുകൊണ്ട് ശാന്തമായിട്ട് സമാധാനമായിട്ട് സന്തോഷത്തോടുകൂടി ഈശ്വരനും നമ്മളും തമ്മിലുള്ള ഒരു ആത്മബന്ധമാണ്. ആ ബന്ധത്തെ ഊട്ടിയുറപ്പിക്കുക. പണ്ട് എൻ്റെ സ്കൂളിൽ പഠിപ്പിച്ചൊരു വേർഡുണ്ട്, എന്താ അറിയോ? പ്രഭാതത്തിന്റെ താക്കോലും സന്ധ്യയുടെ പൂട്ടുമാണ് പ്രാർത്ഥന എന്ന്. ഒരു ദിവസം ആരംഭിക്കുന്നത് താക്കോലിട്ട് തുറക്കുകയാണ്. തുറക്കുന്നത് എന്തുകൊണ്ടായിരിക്കണം? പ്രാർത്ഥന കൊണ്ടായിരിക്കണം. ഒരു ദിവസം അങ്ങ് ക്ലോസ് ചെയ്യുന്നത്, സന്ധ്യയുടെ പൂട്ട് ആ രാത്രി തീരുന്നത് എങ്ങനെയായിരിക്കണം? പ്രാർത്ഥന കൊണ്ടായിരിക്കണം. അല്ലാതെ 24 മണിക്കൂറും കിടന്നിട്ട് ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ആലോചിച്ചോളൂ, ഏതെങ്കിലും വട്ടാശുപത്രിയിൽ കയ്യും കാലും കെട്ടിയിട്ട് നമ്മുടെ ഭർത്താക്കന്മാർ കൊണ്ടുപോയിരിക്കും. ഒരു സംശയമില്ല. പിന്നെ അമ്പിളി മാതാജിയെ വിളിക്കരുത്. ഓക്കെ, ഹരേ കൃഷ്ണ. അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. ഇനി നമുക്ക് രാത്രിയിൽ കാണാം. അന്നദാനം ഉണ്ട്. ഹാപ്പിയാണോ? അല്ലേ? എല്ലാരും ചിരിച്ചോണ്ടിരിക്കുകയാണല്ലോ. അയ്യോ എന്താ അയ്യോ പോവല്ലേന്ന്. പിന്നെ അന്നദാനം ആര് കൊടുക്കും? എൻ്റെ ഫ്രണ്ട് വിളിക്കും, അമൃത. അയ്യോ ആരെയും പേടിയില്ല, എനിക്ക് അവളെ പേടിയാണ്. അവളെന്നെ കൊന്നുകളയും. അവളുടെ ഡാഡിയുടെ 20th ആനിവേഴ്സറി മാറിപ്പോയി. ഹാപ്പി. അപ്പൊ എല്ലാവരും സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുമല്ലോ. കുറച്ച് നല്ല ഭംഗിയുള്ള കളർഫുൾ ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ, വില കുറഞ്ഞതിട്ട് ഒരു 300-350 ഡ്രസ്സൊക്കെ മേടിച്ച് കുറച്ച് നല്ല മുടിയൊക്കെ ഭംഗിയിലൊക്കെ വൃത്തിയായിട്ട് കെട്ടി, അല്ലാണ്ട് കുറേ എണ്ണയൊക്കെ വാരി തേച്ച് ഇവിടെ മുതൽ ഇവിടം വരെ പറ്റിച്ചിങ്ങനെ ചീകി വെച്ച് ഇത്രയും വലിയ സിന്ദൂരട്ട അതൊക്കെ അതിൽ നിന്നൊക്കെ ഒന്ന് മാറ്. നമ്മളൊരു നല്ല ഈ ഒരു 2023 നമ്മളെ മക്കൾ കണ്ടാൽ ചോദിക്കണം എൻ്റെ ചേച്ചിയാണോ അമ്മയാണോ എന്ന്. ആ രീതിയിലേക്കൊക്കെ ഒന്ന് മാറ്. അപ്പൊ നമ്മുടെ ഭർത്താക്കന്മാരും വിചാരിക്കും ഇവക്ക് ഇത് എന്തോന്ന് പറ്റി, ഇവള് ഭയങ്കര ഹാപ്പി ആയിട്ടാണല്ലോ നടക്കുന്നത്, ഇവളുടെ രൂപഭാവ ഭേദങ്ങളിലൊക്കെ ഒരു മാറ്റം ഉണ്ടല്ലോ, ഇനി ഭക്തി മൂത്ത് പ്രാന്തായോ എന്നൊന്നും ചിന്തിക്കാത്ത രീതിയിൽ സന്തോഷമായിട്ട് നല്ല ഹാപ്പി ആയിട്ട് നല്ല വൃത്തിയായിട്ട് നല്ല രീതിയിൽ ചിരിച്ചും കളിച്ചും സമാധാനത്തോടെയും സന്തോഷത്തോടെയും ഒന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം പറയാതെ ആ ഒന്നുപോലും ചിരിച്ചുകൊണ്ട് നമ്മൾ ആഹാ ഓഹ് ആ രീതിയിൽ അങ്ങ് വിട്ടിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് ജീവിക്കുക കേട്ടോ. 2023 ജീവിക്കുക, നല്ല ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവാം. ഒരുപാട് ഹാപ്പിയായി മാതാജിന്ന്. സൂപ്പർ, താങ്ക്സ്. പിന്നെ മാതാജി സിന്ദൂരം ഇടാറില്ലല്ലോ. ഓ ഇടാറില്ല മാതാജി. താങ്ക്സ് അമ്പിളിക്കുട്ട. ആദ്യമൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇപ്പം അങ്ങനെയൊന്നും ഇടാറില്ല. ഈ വണ്ടി രജിസ്റ്റേർഡ് ആണെന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ വേറെന്താണ്? രാത്രിയിൽ വരുമോ? അത് പറഞ്ഞു പറ്റി. അത് ഈ നെയിൽസ് കാണിച്ചു കൊടുക്കാൻ. ഈ നെയിൽസ് നമ്മുടെ കൃതിക എനിക്ക് ഇട്ട് തന്നാണ്. അത് ആരാ ചോദിച്ചത്? ബിന്ദു മാതാജി. രാത്രിയിൽ എന്നെ വിട്ടാ വരും ആ ഗ്രൂപ്പിലുള്ള ആൾക്കാർ. ഓ ശ്രീകണ്ഠം പ്രഭു, നാളെ മുതൽ ഞാൻ ഫ്രീക്കാൻ പോകുന്നു. പൊളിച്ച് അടിപൊളി, അങ്ങനെയാണ് വേണ്ടത്.
അലർജി ഒന്നുമില്ല. ഇനിയിപ്പോൾ അതിന് വേണ്ടി ഒരു കാശ് കളയാൻ വേറെ പണിയൊന്നുമില്ല. എന്തായാലും ഇത്രയൊക്കെയായി, ഇനിയിപ്പോൾ ഇങ്ങനെ അങ്ങ് ജീവിച്ച് പോകാന്നേ. സന്തോഷമായി. ജയാമ്മയെ കണ്ടപ്പോഴാണ് ആ ഉണ്ണിയപ്പത്തിന്റെ കാര്യം പിന്നെ ഓർമ്മ വന്നത്. തിന്നണം. ഓ പിന്നെ പ്രേമമൊക്കെ ഉണ്ടെന്ന് പറയണേ പറഞ്ഞവരങ്ങ് പറഞ്ഞുകൊണ്ട് അടക്കലേ ഉള്ളൂ. അവരല്ലല്ലോ നമുക്ക് പ്രേമത്തിന് ചൂട്ട് പിടിച്ചെന്ന്. പോവാൻ പറ. അയ്യോ അമ്മേ പോവല്ലേ, അയ്യോ അമ്മേ പോവോ. ശിവ മാതാജി ഞാൻ വരുന്നുണ്ട് കോഴിക്കോട്ടേക്ക്, നിൽക്കവിടെ. ദീപ മാതാജി എനിക്ക് ഒരുപാട് ഇഷ്ടമായത്. വിനോദ് പ്രഭു നൈസ് ക്ലാസ്. ഹാപ്പി മാതാജി. ഹാപ്പി മാതാ എന്നാക്കിയോ. ജി എവിടെ പോയി? വെറും ജി മതി. ക്ലാസ് മുഴുവൻ കേൾക്കാൻ പറ്റിയില്ല. മുഴുവൻ കേൾക്കണം. കേട്ടില്ലെങ്കിൽ ശരിയാക്കും ഞങ്ങൾ. പിന്നെ അമ്മു ഹാപ്പിന്ന്. ആ സൂപ്പർ. ഞാൻ പോവാട്ടാ. ഓ ശരി മുതലാളി, പോയിക്കോളൂ. കമ്മൽ അടിപൊളി. 30 രൂപയാ. ഈ 30 രൂപയുടെ 5 കമ്മൽ എടുക്കുമ്പോൾ ഞങ്ങള് சொல்லி கொடுங்கண்ணா ஏன்னா இப்படி பண்றீங்க, நீங்க சொல்லி கொடுங்க, உங்ககிட்ட தானே எப்பவுமே வந்து வாங்குறீங்க, சொல்லி கொடுங்க എന്ന് പറഞ്ഞ് അതിലും 30 രൂപ കുറച്ച് വായിക്കാത്ത വെള്ളവും പറ്റിച്ചാണ് ഇതൊക്കെ മേടിച്ചുകൊണ്ട് വരുന്നത്. ഷൂട്ടിന് വേണ്ടി വാങ്ങിച്ചു വെക്കുന്നത് ഓരോന്ന്. ഇത് എപ്പോഴും കുറെ ഇങ്ങനെ എടുത്തു വെച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ അതിന്റെ അടിയിൽ ആണിയൊക്കെ തുരുമ്പെടുത്ത് പോകും. അപ്പൊ തുരുമ്പെടുക്കണ്ടല്ലോ, തുരുമ്പെടുക്കുന്നതിനേക്കാളും മുമ്പേ ഇടാലോ. ആ മർദ്ദം ഉണ്ടാവും. നാരായണ, മർദ്ദത്തിന്റെ കാര്യം പറയേ വേണ്ട. കൃഷ്ണ. പത്മകുമാരി മാതാജി. അമ്പിളി മാതാജീന്ന്. അമ്മ ഇന്ന് നൈറ്റ് ഗ്രൂപ്പിൽ വരില്ലേ? ഞാനില്ല ഈ കളിക്ക്. അല്ല പിന്നെ ഞാനില്ല. എന്റെ പൊന്നെ, എന്നെ കൊണ്ടാവൂല. മർദ്ദവും വെടിക്കെട്ടും തൃശ്ശൂർ പൂരവും. സന്ധ്യ മാതാജിന് ക്ലാസ് ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്ന്. ഓക്കെ സൂപ്പർ. ഫീലിംഗ് ഹാപ്പി മാതാജി. സമയ്ക്ക് പോറേ. കുറെ കളക്ഷൻസ് ഉണ്ട്. ഇഷ്ടം പോലെ കമ്മല് കളക്ഷൻസ് ഉണ്ട്, ഒരുപാടുണ്ട്. എനിക്ക് ഇതെല്ലാം ഇങ്ങനെ സൂക്ഷിച്ചു വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കുറെയൊക്കെ എൻ്റെ ഫ്രണ്ട്സ് ഗിഫ്റ്റ് ചെയ്യും. ജി കത്തി കാണിച്ച് പേടിപ്പിക്കണം. ഇത് കത്തിയല്ല, ഇത് കത്രികയാണ്. നമ്മുടെ ക്ലാസ്സിൽ പാക്കിങ്ങിന് യൂസ് ചെയ്യുന്ന കത്രികയാണ്. കുവൈത്തിൽ ഇരുന്നിട്ട് സന്തോഷം തരാൻ പറഞ്ഞാൽ ഇവിടുന്ന് DTDC കൊറിയറും മറ്റേ പോസ്റ്റ്മാൻ ഒന്നും സന്തോഷം പാക്കാക്കി അങ്ങോട്ട് കൊണ്ടുതരൂല. സന്തോഷം കിട്ടണേ ഇങ്ങനെ നാട്ടിലോട്ട് വാ. ക്ലാസ് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എന്നെയും സമയമാണോ, ഇന്നും ഈ സമയമാണോ ക്ലാസ്? ആ മയമാതാജി പാവം, അവര് പുതിയതാന്ന് തോന്നിട്ട് കേട്ടോ. നാരായണ, നമ്മളെ വില പോയോ ഈശ്വര. അവര് പേടിച്ചു കാണും, ഇതാണോ ഗീതാ ക്ലാസ് എന്ന്. എന്നും ഈ സമയത്ത് 10:30 തന്നെ ക്ലാസ്. ഇന്ന് ഞങ്ങളും ഉണ്ടാവും. വാ പോരെ, എല്ലാരും പോരെ ഗ്രൂപ്പില്. ദിവ്യ മാതാജിയുടെ വക മർദ്ദം ഉണ്ടാവും. മർദ്ദനം. ഒരു ഹായ് പറയോ. ഉണ്ണി പ്രഭു ഹായ്. നാട്ടിൽ വരാൻ കുറച്ച് ദിവസമേ ഉള്ളൂ. അപ്പൊ നമ്മളൊക്കെ ഇവിടുന്ന് ഓടണം. സുജാത മാതാജി വരുന്നുണ്ട്, ലാൻഡ് ചെയ്യാൻ പോണു. അപ്പൊ നമ്മളൊക്കെ ഇവിടുന്ന് എത്രയും പെട്ടെന്ന് ഓടി രക്ഷപ്പെടണം. ഇവിടെ നിൽക്കരുത്. പിന്നെ എനിത്തിങ് എൽസ്? ഇന്നേക്ക് എന്നാ ചമയലല്ല സമയല്. ഇന്ന് മെനയാന്ന് പറഞ്ഞ ഉരുളക്കിഴങ്ങ് കറിയില്ലേ, അത് കോളിഫ്ലവർ ഇട്ടിട്ട് വെക്കാൻ പോകുന്നു. ഗീത വേണോ അല്ലേ പ്രഭു? ശ്രീകുമാരി മാതാജി. ഓക്കെ മെസ്സേജ് ഇട്ടോളൂ, ഞാൻ പെട്ടെന്ന് റിപ്ലൈ നോക്കി തരാം. പിന്നെ വേറെ എന്തെങ്കിലും ഒന്നുമില്ല. ഹാപ്പി. അപ്പം ഞാൻ പോട്ടെ. വെരി വെരി ഹാപ്പി. താങ്ക് യു. ഓക്കെ ഉണ്ണി പ്രഭു. ഹരേ കൃഷ്ണ. കാണുന്നുണ്ട് അംബിക മുരളി മാതാജി. ഞാൻ നല്ലോണം കാണുന്നുണ്ട്. അതെ ശിവ മാതാജി. മുഹമ്മയ്ക്ക് വരുമോ? ഞാൻ കാത്തിരിക്കുന്നു. ഉറപ്പായിട്ടും ചെയ്യാമേ, ഞങ്ങൾ വന്നിരിക്കും. കൂമ്പ് തോരൻ. കൂമ്പ് തന്നെ വാഴക്കൂമ്പല്ലേ? ഓ അയച്ചുതരാം വിജയ് മാതാജി. അനിൽകുമാർ പ്രഭു ചെന്നൈയിൽ എവിടെയുണ്ട്? നമുക്ക് കാണാം. മഞ്ജരീസിലേക്ക് മെസ്സേജ് ഇടൂ. മോളുടെ പനി കുറഞ്ഞോ? സൂപ്പർ. പ്രീതി മാതാജി. ഹരേ കൃഷ്ണ അച്ഛ, ഹരേ കൃഷ്ണ അമ്മേ. അവര് കയറി, അവര് ഹരേ കൃഷ്ണ തരം. മതി നിന്റെ ഡയലോഗ്. ഇനി നീ നിന്റെ ജോലി പോയി നോക്ക് എന്നുള്ളതാണ്. കളിയും ചിരിയും വേണം, അതാണ് നല്ലത്. അത്രയും സന്തോഷമാണ്. തീർച്ചയായിട്ടും ശ്രീലത മാതാജി. ഉറപ്പായിട്ടും. വിജയ മാതാജി എന്നെ കാണുന്നില്ലെന്ന്. ഞാൻ കാണുന്നുണ്ട് കേട്ടോ. ബേബി മാതാജിയുടെ മെസ്സേജ് കാണുന്നു. എല്ലാവരുടെ മെസ്സേജും കാണും. ഞാൻ എന്താ കണ്ണു പൊട്ടത്തിയോ? ആരുടെ മെസ്സേജും കാണാതിരിക്കാൻ? എനിക്ക് ഇത്രയും വലിയ കണ്ണുണ്ടായിട്ട് എനിക്ക് കാണുന്നില്ലേ എന്ന് ചോദിക്കുന്നു. ഞാൻ എന്താ കുരുടിയോ? ഞാൻ കാണുന്നുണ്ട്. ഇന്നലെ രാത്രി തക്കാളിക്കറി ഉണ്ടാക്കിയല്ലേ? സൂപ്പർ. അപ്പൊ ശരി, നമുക്ക് കാണാം. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. പ്രഭുപാദ് കി ജയ്. ഗുരു മഹാരാജ് കി ജയ്. രാധാ പവനപുരേഷൻ കി ജയ്. ദോശ കഴിച്ചു അലക്കി. അത് ശരി, ദോശ കഴിച്ച് അലക്കി എന്നാണോ? ദോശ അലക്കി.